വിദ്യാഭ്യാസ കാലത്ത് തോൽവികൾ നേരിട്ട് കള്ളവണ്ടി കയറി മുംബൈയിലെത്തിയ ഒരു മലയാളി യുവാവ്. തുടർന്ന് അദ്ദേഹം ഇന്ത്യൻ ആർമിയിലേക്ക് പോവുകയാണ്. അതിനുശേഷം മിലിറ്ററി അക്കാഡമിയിൽ പഠിക്കുന്നു. പിന്നീട് സ്പോർട്സിലൊക്കെ പങ്കാളിയാവുന്നു. നല്ല സ്പോർട്സ് താരമാകുന്നു. അതിനുശേഷം NSGയിലെത്തുന്നു. NSGയിൽ ഏതാണ്ട് 3.5 വർഷം നീണ്ട സംഭവബഹുലമായ കരിയർ. അതിനുശേഷം ഇന്ത്യൻ ആർമിയിൽ മേജറായി വിരമിക്കുന്നു. തുടർന്ന് ജീവിതത്തിൻ്റെ 2ാം ഇന്നിങ്സായി സിനിമയിൽ ദേശഭക്തി വിളിച്ചോതുന്ന നിരവധി സിനിമകൾ ചെയ്യാൻ സാധിച്ചു. മേജർ AK രവീന്ദ്രൻ എന്ന മേജർ രവി ആണ് ഇന്ന് ബ്രേവ് ഇന്ത്യക്കൊപ്പമുള്ളത്. സാർ, സാധാരണ കേരളത്തിൽ നിന്ന് പലരും മുംബൈക്ക് പോകുമ്പോൾ പൊതുവേ സിനിമകളിലൊക്കെ കാണുന്ന അധോലോക നായകന്മാരൊക്കെ ആയി മാറുന്നതൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ സാറ് ഒരു പട്ടാളക്കാരനായിട്ടാണ് മുംബൈയിലെത്തിയിട്ട് പിന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? അധോലോകം എന്ന് പറഞ്ഞത് അധോലോകക്കാരുമായിട്ട് ഞാൻ കണ്ടുമുട്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അന്ന് 17നും 17ക്കും ഇടയ്ക്കുള്ളൊരു വയസ്സ് സമയം അവിടെ പോയത് ബേസിക്കലി എൻ്റെ അമ്മാവൻ ഒരാളുണ്ടായിരുന്നു നേവിയിൽ. അപ്പം മൂപ്പരുടെ കൈ പോലെ പിടിച്ചിട്ട് എങ്ങനെയും 10ാം ക്ലാസ് തോറ്റിട്ടുള്ള ആ ഒരു ഇതേ ഉള്ളൂ. കമ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ അന്ന് അതൊരു തോറ്റ പോലെ തന്നെയാണ്, ഗവൺമെൻറ് ജോലി മാത്രമേ കിട്ടൂ. അപ്പോൾ അവിടെ പോയി നിൽക്കാമെന്ന് പറഞ്ഞാൽ പക്ഷേ ആ അമ്മാവൻ പോലും നമ്മളെ അക്സെപ്റ്റ് ചെയ്തില്ല. പിന്നെ വേറൊരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആയിട്ടുള്ള കുട്ടമ്മ എന്ന് പറയുന്ന അച്ഛൻ്റെ അനിയൻ്റെയൊക്കെ ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവ്, അങ്ങനെയൊക്കെ അവരുടെ ഹോട്ടലിലൊക്കെ താമസിച്ച് പിന്നെ ഒരു 1-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് എൻ്റെ ചെറിയച്ഛൻ പട്ടാളത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ യൂണിറ്റിലൊരു വേക്കൻസി ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ പോയി ആ വേക്കൻസി കറക്റ്റ് ഡിമാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ റിക്വയർമെൻ്റ് ആയിട്ടുള്ള ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ്, കോട്ടും കഴിഞ്ഞപ്പം ടെസ്റ്റ് പാസ്സായി. അങ്ങനെയാണ് പട്ടാളത്തിൽ പോകുന്നത്. പിന്നെ അധോലോകം എന്നുള്ളത് ഈ ഹോട്ടലിലുള്ള സമയത്ത് ഒരു പ്രാവശ്യം കുറേ ആൾക്കാർ ഒരു രാത്രിയിൽ വന്ന് ചാപ്പാട് കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ പോയ സമയത്ത് ആ ലാസ്റ്റ് പോയി എൻ്റെ തോളത്ത് ഞാൻ തട്ടിട്ട് പറഞ്ഞിട്ട് പൈസ എഴുതുന്നത്. അപ്പം അയാൾ എന്നെ നോക്കി, ഹോട്ടലുകാരും എല്ലാവരും, അപ്പം അമ്മാവനില്ല അവിടെ, ഹോട്ടലുകാരും എല്ലാവരും നോക്കി അത് ഒറ്റയ്ക്കൊന്നും കൊടുക്കേണ്ട നിൽക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഹോട്ടലുകാരുടെ വെയിറ്റേഴ്സിൻ്റെയൊക്കെ വല്ല സെറ്റപ്പ് ആയിരിക്കും. അമ്മാവൻ വന്ന് പറയാമെന്ന് വിചാരിച്ച് പിറ്റേ ദിവസം അമ്മാവൻ്റെ അടുത്ത് പറയാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം എനിക്ക് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഈ ആ വയസ്സായിട്ടുള്ള ആൾ, വയസ്സല്ല നല്ലൊരു ആചാരമായിട്ടുള്ളൊരു മനുഷ്യൻ തിരിച്ചു വന്നിട്ട് എന്നെ നോക്കിയിട്ടൊന്ന് ചിരിച്ചിട്ട് പോയി. അത്രയേ ഉള്ളൂ. പക്ഷെ പിന്നീട് എന്ന് പറഞ്ഞാൽ അതൊരു ഉടക്കോ അങ്ങനെ അല്ലെങ്കിൽ ആൾ ആരാണെന്ന് അറിഞ്ഞെങ്കിൽ ചിലപ്പോൾ നമ്മളന്ന് തൊടില്ലായിരുന്നു. ഇതാണ് ഈ ഗുണ്ടാസൊക്കെ ഇങ്ങനെ സർവൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേര്, അവരാദ്യം 1-2 ആൾക്കാരെ എവിടെയെങ്കിലും വെച്ച് തല്ല് കുത്തുകയോ എല്ലാം ചെയ്ത് കാണിരിക്കും. അപ്പം അവർക്ക് ഈ കുത്താനുള്ള അറപ്പ് മാറി. അങ്ങനെ അവൻ ഗുണ്ടേവാണ്. ആ പേര് കേട്ടിട്ട് നമ്മൾ മര്യാദയ്ക്ക് ജീവിക്കുന്നത് അവിട്ടേക്ക്. അങ്ങനെ ആ പേടിയിൽ അവർ ആ പേടിപ്പിച്ചിട്ടാണ് ഈ ഗുണ്ടാസ് അധോലോകമൊക്കെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ദാവൂദ് ഇബ്രാഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ അവൻ വീഴും. പക്ഷേ അവൻ്റെ ചുറ്റും നിൽക്കുന്ന പവർ കാരണമാണ് ആരും അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം അവനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാർ കൊട്ടേഷനായിട്ട് വന്നിട്ട് മറ്റുള്ളവരെ കൊല്ലുന്ന ആ ഭയമാണ്. അപ്പോൾ ഈ വന്ന ആൾ ആരാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഒന്നിനും പോവില്ല. പിന്നെ എമർജൻസി സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ പേപ്പറിൽ കണ്ടപ്പോഴാണ് അറിയുന്നത് കരീംലാല ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അന്ന് കരീംലാലെല്ലാം ഹാജി മസ്താൻ, കരീംലാല എന്നൊക്കെ പറയുന്ന വരദരാജ മുതലിയാർ, ഈ ഒരു ഗ്യാങ് മാട്ടുങ്ങ കൊളിവാട സൈഡിലത്തെ അധോലോക നായകന്മാരാണ്. അന്ന് ഈ ദാവീദൊന്നും ഇല്ല. അന്ന് ഹാജി മസ്താനായിരുന്നു ഗോൾഡ് സ്മഗ്ലിങ്ങിൻ്റെയൊക്കെ വലിയ ഇത്. വരദരാജ് മുതലിയാർ അങ്ങേര് ടാക്സി ഗ്രൂപ്പ്, ആയിരക്കണക്കിന് ടാക്സികളുണ്ടായിരുന്നു. അപ്പോൾ ഈ എന്തെങ്കിലും അങ്ങേർക്ക് വന്ന് ഈ 1000 ഡ്രൈവേഴ്സിന് വന്നിറങ്ങും. അങ്ങനെയൊക്കെയുള്ളൊരു കാലമായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് അമ്മാവൻ ചെന്ന വഴിക്കെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ 18 വയസ്സാവട്ടെ നിന്നെ ദുബായി പറഞ്ഞേക്കാം. അപ്പോൾ അമ്മാവനുമായിട്ട് ഇവർക്ക് പരിചയം ഉണ്ടായിരുന്നു. ഇവർ പണ്ട് മദ്രാസ് പോയ സമയത്തുള്ള പരിചയമാണ്. ഒരുപക്ഷെ പട്ടാളത്തിൽ ചേർന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അധോലോകത്തിൽ പോയി വല്ല ദുബായിലോ എല്ലാം ചെയ്യും. അപ്പം ഇതൊക്കെ ഒരു യോഗമാണ്. നമുക്ക് ചിലതൊക്കെ വിധിച്ചിട്ടുണ്ട്. നമ്മൾ നല്ല വഴിയിൽ പോകാനുള്ളതാണെങ്കിൽ, നമ്മുടെ കർമ്മം നല്ലത് ചെയ്യാനാണ് നമുക്ക് യോഗമെങ്കിൽ നമ്മൾ നല്ലത് ചെയ്യൂ. അല്ലെങ്കിൽ നല്ല ഫാമിലിയിലുള്ള ആളുകൾ പലരും ദുഷ്കർമ്മം ചെയ്ത് പോകുന്നുണ്ട്. അത് വിധി എന്ന് പറയും.
ഞാനതിലേക്ക് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അന്ന് എന്തോ പെട്ടെന്ന് ചെറിയച്ഛൻ വിളിച്ച് പട്ടാളത്തിൽ ചേർത്ത് വിട്ടതുകൊണ്ട് 18 വയസ്സിന് മുമ്പ് തന്നെ പട്ടാളത്തിൽ ചേർന്നു. അങ്ങനെയാണ് പട്ടാളക്കാരനാവുന്നത്. അത് കഴിഞ്ഞ് അവിടുത്തെ ചില പ്രശ്നങ്ങൾ അവിടെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം, അപ്പോൾ അത്യാവശ്യം തല്ലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നും ആൾക്കാർ എൻ്റെ അടുത്ത് പറയും, ഈ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ പലരും എൻ്റെ അടുത്ത് സാറിൻ്റെ ഇൻ്റർവ്യൂവിൽ സാർ വെട്ടിത്തുറന്ന് പറയുന്നു. അതിന് കാരണമുണ്ട്. ബിക്കോസ് എൻ്റെ അച്ഛൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. ഇതൊക്കെ നമുക്ക് ബ്ലഡിൽ കിട്ടുന്നതാണ്. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഒരു സ്വഭാവം. അമ്മ സാത്വികത്വമായിരുന്നു. ആ സാത്വികത്വം എനിക്കുണ്ട്. പാവങ്ങളെ കണ്ടാൽ എനിക്ക് പെട്ടെന്ന് കണ്ണ് നിറയും, സങ്കടം വരും, സഹതാപം വരും, ഞാൻ സഹായിക്കും. അച്ഛൻ പെട്ടെന്ന് മുറിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അച്ഛൻ്റെ മുഖത്ത് എപ്പോഴും അങ്ങനൊരു ചിരിക്കുന്ന മുഖം കാണില്ല. എപ്പോഴും ഒരു ശൗര്യം കണ്ണില്ല എപ്പോഴും. അദ്ദേഹം നടക്കുമ്പോഴും റോഡിൽ കൂടെ നടക്കുമ്പോഴാണെങ്കിൽ ശരി, ആ ഒരു തലയെടുത്തിട്ട് ഇങ്ങനെ നടക്കും. റോഡിന് നടുക്കിലേ നടക്കും, പഞ്ചായത്ത് റോഡാണെങ്കിലും. ആരെങ്കിലും ഇതിൽ വന്നു കഴിഞ്ഞാൽ കുത്തിക്കളയും. കുട ഉണ്ടായിരിക്കും എപ്പോഴും കയ്യിൽ. ഇങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യനാണ് അച്ഛൻ. അത് അദ്ദേഹം ജനിച്ച രാശിയാണ്. മരിക്കുന്നത് 93-ാമത്തെ വയസ്സിലാണ്. ഒരു മനുഷ്യന് 93 വയസ്സായിരിക്കും അച്ഛനെ തല്ലാൻ പറ്റില്ല. അച്ഛൻ അങ്ങോട്ട് പോയി തല്ലിയിട്ടുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അത് ഒറ്റയ്ക്ക്, മൂപ്പർക്ക് ഗ്രൂപ്പ് അതൊന്നുമില്ല. അപ്പോൾ അത് ചിലപ്പോൾ ബ്ലഡിനകത്ത് അതുകൊണ്ടായിരിക്കും ആ ഒരു ചങ്കൂറ്റും. പിന്നെ ഭരണി നക്ഷത്രക്കാരനാണ്. ഇതൊക്കെ എല്ലാം ജനിക്കുന്ന സമയത്തെല്ലാം നമുക്ക് ഒരുമിച്ച് കിട്ടുന്നൊരു ക്വാളിറ്റീസ്. സോ അതിൻ്റേതായിരിക്കാം ഈ ദേഷ്യം എന്നൊക്കെ ഉള്ളത്. ഇപ്പോഴൊക്കെ വളരെ കുറഞ്ഞു. പണ്ട് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് എത്ര കുമ്പത്തോനാണെങ്കിലും ചോദിക്കാനുള്ള ചങ്കൂറ്റും കയ്യൂക്കും കാണിക്കുമായിരുന്നു. അങ്ങനെയാണ് സീനിയറൊന്നും നോക്കാതെ റിക്രൂട്ട് സെൻറ്ററിൽ പോലും ഞാൻ ചെയ്ത തെറ്റല്ല അത്. ഇരിക്കാൻ പറഞ്ഞപ്പം ഈ 300 ആളുകളും നിൽക്കുന്ന ഞാൻ ഫസ്റ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ വാതിലിന് ഈ 300 ആൾ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് വേണം. അതിൽ വന്നിങ്ങനെ തള്ളിയിട്ട് ഞാൻ ഈ വാതിൽ പോയിട്ടുണ്ട് ഇടിച്ചത് ഈ ഈച്ച കയറാതിരിക്കാൻ നെറ്റൊക്കെ ഉണ്ട്. അതെന്താ പൊളിയെന്താ ചെയ്തു. എന്നിട്ടാണ് ഇയാൾ എന്നെ അവിടെ നിന്ന് പൊക്കിയിട്ട് അടിച്ചപ്പോഴും എനിക്ക് പ്രശ്നമില്ല. നല്ല വിശക്കുന്ന സമയമായിരുന്നു. PT ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അന്നത്തെ പ്രായം അങ്ങനെയായിരുന്നു. എന്നിട്ട് ഈ 300 ആളുടെ പിറകിൽ പോയി നിൽക്കാൻ പറഞ്ഞു. ഒത്തിരി ദേഷ്യം. അപ്പം ഞാൻ അതിനെന്ത് പറയും. അപ്പോൾ ഇയാൾ എന്നെ തെറി വിളിക്കുന്നുണ്ട്. അമ്മയ്ക്ക് അച്ഛനൊക്കെ പറയുന്നത്. അപ്പോൾ പട്ടാളത്തിലതൊക്കെ യൂഷ്വലാണ്. അതൊന്നും വലിയ പ്രശ്നമില്ല. അതൊന്നും തലയിൽ വെക്കരുത്, വെച്ചാൽ അതിന് നേരം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇയാൾ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ ചുമ്മാ തെറി വിളിക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കത് ഹിന്ദിയിൽ ഞാൻ പറഞ്ഞപ്പോൾ ഹിന്ദി മേ ബോൾട്ടാ മദ്രാസി എന്ന് പറഞ്ഞ് പിന്നെയും അടിച്ചപ്പോഴത്തേക്കും കയ്യിലുണ്ടായത് മെസ്റ്റ് വെച്ചിട്ട് അടിച്ചത് ഈ മെസ്റ്റ് അലുമിനിയത്തിൻ്റെയാണ്. അങ്ങനെ ഒരു ഓവൽ ഷേപ്പുള്ള സാധനം. അതിവിടെ കൊണ്ട് ഇവിടെ പൊളിഞ്ഞു, രക്തം വന്ന്. അത് പിന്നെ വലിയൊരു കേസും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അവിടെയും ദൈവാനുഗ്രഹം വരുന്നത്. ലാസ്റ്റ് 12-ാം ദിവസം അവിടെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാനിതിൻ്റെ വിറ്റ്നസ് എന്നും പറഞ്ഞിട്ട് എൻ്റെ കൂടെയുള്ള മലയാളീസ് 12 പേരെ കൊണ്ട് ഒപ്പിടിച്ചു. അത് യൂണിയൻ ആയി, കമ്മ്യൂണിസമായി. അവിടെ പട്ടാളത്തിൽ കമ്മ്യൂണിസ്റ്റ് അക്സെപ്റ്റ് ചെയ്യില്ല. അതാണെന്നുള്ള എനിക്കറിയില്ല. പക്ഷെ എൻക്വയറി ആയി. ഞങ്ങളെയൊക്കെ കോർട്ട് മാർഷൽ ചെയ്ത് പറഞ്ഞു വിടാനുള്ള സെറ്റപ്പായി. അങ്ങനെ ഫൈനൽ ഇൻ്റർവ്യൂവിന് സിഒൻ്റെ അടുത്ത് പോകുമ്പോഴാണ് കേണൽ ആത്മാ സിംഗ്. നിങ്ങളുടെ പേരുകളൊന്നും നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. നമ്മളെ സഹായിച്ചിട്ടുള്ള ചിലർ, അല്ലെങ്കിൽ ചിലർ കൂടെ നമ്മൾ നിൽക്കുന്നതൊക്കെ അങ്ങനെയുള്ള ആളുകളുടെ ഒരു ചെറിയ സോഫ്റ്റ് കോർണർ വെച്ചിട്ടായിരിക്കാം. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് സർദാറായിരുന്നു, ലെഫ്റ്റനൻ്റാണ്. അപ്പോൾ അങ്ങോട്ട് കയറി ചെന്ന വഴിക്ക് ഞാൻ ഇദ്ദേഹത്തിൻ്റെ പിറകിൽ ബോർഡ് വെച്ചിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ മുമ്പത്തെ സിഒമാരുടെ. അപ്പോൾ അതിൽ ലാസ്റ്റ് പേരായിരുന്നു എൻ്റെ അച്ഛൻ്റെ, എന്നെ പട്ടാളത്തിൽ ചേർത്ത സുമായുടെ ഭാര്യയുടെ അമ്മാവൻ. അദ്ദേഹമായിരുന്നു ലെഫ്റ്റനൻ്റ് TMS നായരുന്നു. ആ പേരാണ് അവിടെ കണ്ടത്. ഒരു നിമിത്തം ഞാൻ പെട്ടെന്ന് അറിയാവുന്ന ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞത്, ദാറ്റ് മൈ അങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. മൂപ്പര് നോക്കുമ്പോൾ TMS നായർ, ഇവൻ സൗത്തിൽ നിന്ന്. അപ്പോൾ മൂപ്പര് എങ്ങനെ വെച്ചാൽ വാട്ട്, ഹീസ് മൈ അങ്കിൾ എന്ന് പറഞ്ഞു. മൂപ്പര് പിന്നെ എന്തോ ഒന്നും നോക്കിയില്ല, എന്തോ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് ഞാൻ പൊയ്ക്കോന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളവരാരെയും വിളിച്ചില്ല. അങ്ങനെ അന്ന് രാത്രി അന്ന് മൊബൈലൊന്നുമില്ലല്ലോ, കോളൊക്കെ ബുക്ക് ചെയ്തിട്ട് TMS അങ്കിളും ആത്മാ സിംഗും വളരെ ക്ലോസ് ഫ്രണ്ട്സായിരുന്നു. അങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഉണ്ട് എൻ്റെ കുടുംബത്തിലെടുത്ത്, ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ പിറ്റേ ദിവസം ആ കേസ് തിരിഞ്ഞു പറഞ്ഞു. കാരണം ഒരു റിക്രൂട്ടിനെ ഒരു സീനിയർ അടിച്ചു എന്നുള്ള കേസായി മാറി. അങ്ങനെ അയാൾക്ക് എഗൻസ്റ്റായി പിന്നെ കേസ്. കാരണം റിക്രൂട്ടിനെ അടിക്കാൻ പാടില്ല. അപ്പോൾ അടിച്ചു എന്നുള്ളത് പ്രൂഫായി. കാരണം അത് എല്ലാവരും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്.
നമ്മൾ ഈ അപ്ലിക്കേഷൻ കൊടുത്താണ് പ്രശ്നമായത്, യൂണിയൻ ഉണ്ടാക്കി എന്നുള്ളത്. അവിടെ കമ്മ്യൂണിസ്റ്റ് അക്സെപ്റ്റ് ചെയ്യില്ല. നിങ്ങളിവിടെ എന്ത് കൊലകൊമ്പന്മാരാണ്, ഞങ്ങളതാണ്, ഞങ്ങൾ മറിക്കും, ഇതൊന്നും ശരിയായിട്ടുള്ള ലെവലിൽ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് പിന്നെ ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നിയില്ല അത് ഞാൻ എന്തെങ്കിലും വൃത്തികേട് ചെയ്തു എന്നുള്ളൂ. ഞാനൊരു കള്ളു കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ കള്ളു കുടിക്കാത്തൊരുത്തനാണ്. പക്ഷേ കള്ളു കുടിക്കാത്തതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ടെമ്പർ കാരണം. അത് സത്യം നമ്മൾ പറയുമ്പോൾ പല സീനിയേഴ്സിനും അത് ഇഷ്ടപ്പെടില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും അത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ദൈവം കൂടെ ഉണ്ടായിരുന്ന പോലെ മറ്റേ അക്കാഡമിയിൽ ആ ഒരു ഹൃദയത്തിൻ്റെ ഒരു വെടിപ്പിൻ്റെ കാര്യം വെച്ചിട്ട് അവിടെ ഒരു അത് ഇതൊക്കെ അറിയാം നിനക്ക്. യെസ്, അതാണ് പറഞ്ഞത്. ഓഫീസറാവാൻ പോയ സമയത്ത് എല്ലാ ടെസ്റ്റും പാസ്സായി. ബാംഗ്ലൂരിലായിരുന്നു. ടെസ്റ്റ് പാസ്സായിട്ട് ഞാനും ജാവേദ് ഹുസൈൻ രണ്ടുപേരാണ് അന്നത്തെ ആ 24 SSBയിൽ ക്ലിയർ ചെയ്ത്. അങ്ങനെ മെഡിക്കലുണ്ട് 8 ദിവസത്തിൻ്റെ. ആ മെഡിക്കൽ നടക്കുമ്പോൾ ലാസ്റ്റ് ഡേയിലാണ് ഹാർട്ടിൻ്റെ ചെക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ നോക്കുമ്പോൾ എനിക്ക് ഹാർട്ട് മർമർ കൂടുതലാണ്. അപ്പോൾ അവർ ആക്ച്വലി റിവ്യൂവിന് വിടും. അത് നമ്മൾ ഡൽഹിയിലൊക്കെ പോയിട്ടൊക്കെ ഇറങ്ങിയടിച്ചിട്ട് വന്ന് ചിലപ്പോൾ റിജക്റ്റ് ആവും, 90% ഓക്കെ ആവും. പക്ഷെ അന്ന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ കാലത്തത് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സീനിയർ സർജൻ, ഹാർട്ട് സർജൻ വിൽ ചെക്ക് എന്ന് പറഞ്ഞിട്ട് 3 മണിക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ആൾക്കാർ സമാനമായിട്ട് ഇപ്പോൾ ടെൻഷൻ അടിക്കല്ലേ, BP അടിക്കല്ലേ. ഇത് കേട്ട BP അടിക്കായിരിക്കും നമുക്ക്. കാരണം കയ്യിൽ കിട്ടിയ സാധനം ഇതാ പോകാൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഓഫീസർ റാങ്ക് SSB എല്ലാം ക്ലിയർ ചെയ്തിട്ട് കിട്ടുന്നു. ഭയങ്കര ടെൻഷൻ അടിച്ചൊന്നും ഉറങ്ങിയിട്ടൊന്നുമില്ല. ഉച്ചയ്ക്ക് അവിടെ പോയി പിന്നെയും നടന്ന് ഞാൻ തിരിച്ചിവിടെ ഹോസ്പിറ്റലിൽ വന്ന് 2:30 മണിയാകുമ്പോഴത്തേക്കും അവിടെ വന്ന് ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് 3 മണിയാകുമ്പോഴത്തേക്കും അദ്ദേഹം വന്നു. എഗെയിൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ വാസുദേവ അദ്ദേഹം കയറി വന്നു. ഇതൊന്നും അദ്ദേഹം ജീവനോട് ഉണ്ടാവില്ലായിരിക്കും ചിലപ്പം. അദ്ദേഹം കയറി വന്നിട്ട് റിമൂവ് ഡ്രസ്സ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡ്രസ്സ് ഊരി വെറും അണ്ടർവെയർ മാത്രമായിട്ട് ആ കട്ടൻ്റെ അവിടെ നിന്ന് സർ ഐ ആം റെഡി സർ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്കും യാ കമാട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ശരീരം നോക്കിയപ്പം അറിയാണ് അത്ലീറ്റ് എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഐ എം എൻ അത്ലീറ്റ് സർ, ഐ ഡു പോൾ വോൾട്ടൺ, ഐ എം എ സ്വിമ്മർ ആൻഡ് ഐ എം എ ഗെയിമർ, ഐ പ്ലേ ഓൾ ദ ഗെയിംസ്. ഓക്കെ ഇപ്പോൾ വന്ന ഡ്രസ്സ് എന്ന്. അപ്പോൾ അത്ലീറ്റ്സിന് ഹാർട്ട് മർമർ കൂടുതലുണ്ടാവും, നമുക്കറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞു. ഡ്രസ്സിട്ട് വരച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് അവിടെ വന്ന് നിന്ന് ഇയാൾ എന്താ എഴുതുന്നു. അപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് എഴുതി എന്തൊക്കെയോ എഴുതിയിട്ട് താഴത്ത് ഫിറ്റ് എന്നുള്ള സ്റ്റാമ്പ് അടിക്കുന്നു. ഈ ഫിറ്റാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ എക്സൈറ്റ്മെൻറ്റ് ചോദിച്ചു, സോ യു ഡിഡ്ന്റ് ഈവൻ ടച്ച് മീ ദെൻ ഐ മീൻ എനി അത്ലീറ്റ് വിൽ ഹാവ് എൻ എക്സ്ട്രാ ഹാർട്ട് മർമർ, സോ ഡോണ്ട് വറി, നൗ നെക്സ്റ്റ് ടൈം this kind of observation comes, you tell them that you are a sportsman and that too like national level എല്ലാം പോകുന്നു എന്ന് പറയുമ്പോൾ we are too tough. ഓക്കെ, അങ്ങനെ അവിടെ നിന്നിട്ടു. അപ്പോൾ എവിടെയും ഗുരുത്വവും ദൈവാനുഗ്രഹവും കൊണ്ടിട്ട് ജീവിച്ചു പോകുന്നൊരു വ്യക്തിയാണ് എവിടെ നോക്കിയാൽ. അത് പല സന്ദർഭങ്ങളിലും ഞാൻ ആലോചിക്കാറുണ്ട്. എത്രയോ ഓപ്പറേഷൻസ് ചെയ്തിട്ടും നമ്മൾ മരിച്ചിട്ടില്ല, നമുക്കൊരു വെടി കൊണ്ടിട്ടില്ല. അത് നമ്മുടെ കഴിവ് മാത്രമല്ല, അത് യുവർ ടൈം ഹാസ് ഇൻ കം. ഒന്നും ചെയ്യാതെ ആരെയും കൊല്ലാതെ മരിച്ചു പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. അത് അവരുടെ സമയമായിരിക്കുന്നു. അപ്പം എന്താ വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഗട്ട്സ് കൂടും. നിനക്ക് സമയമായി മാത്രമേ നീ മരിക്കൂ എന്നുള്ളത് ഇതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ഈ NSG ആ ഒരു ഡൽഹിയിൽ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഒരു NSG യൂണിഫോം ഇട്ട ഒരാളെ കാണുന്നു. അത് ഇഷ്ടപ്പെടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളറിയാതെ തന്നെ NSGയിലേക്ക് എത്തുന്നു. വേദ് മർവ സാർ കണ്ട് അങ്ങനെ എത്തുന്നു. അതൊരു ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റമായി. അന്ന് ഞാൻ സെക്കൻഡ് ലെഫ്റ്റനൻറ്റ് ആയിരിക്കുന്ന സമയത്ത് അന്ന് ഈ വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര ക്രേസാണ്. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഡ്രൈവർ പിറകിലിരിക്കുന്നുണ്ട്. അപ്പോൾ വഴിയിൽ അന്ന് ഈ ഗുഡ്ഗാവ് ഇങ്ങനെയൊന്നുമില്ല, ഒരു കാടായിരുന്നു. അപ്പോൾ ആ ഗുഡ്ഗാവ് സൈഡിൽ വരുന്ന സമയത്ത് ദൂരത്തോളം ഒരു വണ്ടി ഒന്നും കാണില്ല, ഒറ്റ റോഡ്. ഞങ്ങൾ ഫയറിംഗ് റേഞ്ചിൽ നിന്ന് വരുന്ന സമയം ആർട്ടിലറി ഫയറിങ്ങിൻ്റെ തുക്ലബാദ് റേഞ്ച് ഉണ്ടായിരുന്നു. വരുമ്പോഴാണ് ഇങ്ങനെ ഒരു കറുത്ത യൂണിഫോമിൽ ഒരാൾ കാണിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഹൗൽദാറിൻ്റെ റാങ്ക് ഇതെല്ലാം ഉണ്ട്, കറുത്ത യൂണിഫോം. ആദ്യമായിട്ടാണ് ഞാൻ ഈ ബ്ലാക്ക് കാറ്റിൻ്റെ യൂണിഫോം കാണുന്നത്. ഇപ്പം വണ്ടി എടുത്ത് നോക്കുമ്പോൾ കോനയെന്ന് വെച്ചു, സോ ഹൗൽദാർ സോൻസ് ഈ ക്യാ യൂണിഫോം എന്ന് വെച്ചു.
അപ്പോൾ അവിടെ കമാൻഡോ എന്നൊക്കെ ഉണ്ട്, വലുതാണ്, നല്ല രസമുണ്ട് കാണാൻ. സർ हम NSG കമാൻഡോ അയച്ചു. അച്ഛാ ചില പേടിച്ചാന്ന്. അങ്ങനെ വണ്ടിയിൽ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം എനിക്ക് മനസ്സിലില്ല, ഒരു NSG കമാൻഡോ ആവണം. പക്ഷെ ഇവൻ പറഞ്ഞ് ഈ 40 കിലോമീറ്റർ സ്പീഡ് മറിച്ച് 40 കിലോ, എനിക്ക് ഐ ഹേറ്റ് ദാറ്റ്, ഈ വെയിറ്റും കൊണ്ടുകൊണ്ട് നടക്കാമെന്നാണ്. പക്ഷെ പിന്നെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പാരാജംസും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 60 കിലോ വെച്ചിട്ടൊക്കെയാണ് ഈ 65 കിലോ ഉള്ള ആൾ ചാടുന്നതും. അപ്പം നമ്മൾ വിചാരിക്കുന്നതല്ല ജീവിതത്തിൽ നടക്കുന്നത്. നമ്മൾ ഇഷ്ടപ്പെടാത്തത് ചിലപ്പോൾ അതിൻ്റെ അതിൻ്റെ കൂടെ അങ്ങ് ജീവിക്കേണ്ടി വരും. കമാൻഡോസിൻ്റെ ലൈഫ് അങ്ങനെയായിരുന്നു. വെയിറ്റും ടഫ്നെസ്സും ഫ്ലെക്സിബിലിറ്റിയും എല്ലാം കൂടെ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമുക്ക് കോൾ വരുന്നു. അതെൻ്റെ ഞാനവിടെ നാഷണൽ സ്റ്റേഡിയത്തിൽ പോളോൾട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, നെഹ്റു സ്റ്റേഡിയത്തിൽ, അവിടെയാണ് DG മാർവ അദ്ദേഹം നടക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം കാണലും, ആരോ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് ഓഫീസറാണ്, ഞാൻ ആർമി ഓഫീസറാണ്, സെക്കൻഡ് ലെഫ്റ്റനൻ്റ് ആണെന്ന്. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ച സ്റ്റാഫ് ഓഫീസർ, ഐ യു ഇൻട്രസ്റ്റഡ് ഇൻ ജോയിനിങ് NSG ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഐ ക്യാൻ, ബട്ട് ദെൻ യു നീഡ് 5 to 6 years സർവീസ് എന്ന്. എൻ്റെ ആകെ 2 വർഷത്തെ സർവീസ് 2.5 വർഷമായിട്ടേ ഉള്ളൂ. അത് 3 വർഷമായപ്പോഴത്തേക്ക് എനിക്ക് കോൾ വന്നു. അങ്ങനെ വെന്ത് ഞാനവിടെ ചേരുമ്പോഴും ഞാൻ ജൂനിയർ മോസ്റ്റാണ്. അവിടുന്ന് എൻ്റെ 3.5 വർഷത്തിൻ്റെ സർവീസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും ഞാൻ ജൂനിയറാണ്. കാരണം 3 2 5.5 ആയിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കും. അപ്പോൾ 6 വർഷമൊക്കെ ആകുമ്പോഴാണ് ആൾക്കാരവിടെ വരുന്നത്. അപ്പോൾ എൻ്റെ ബാച്ച്മേറ്റ് വരുമ്പോഴത്തേക്ക് ഞാൻ സർവീസ് കഴിഞ്ഞ് പോന്നിരിക്കുന്നവിടെ. എവറിവെയർ ദർ വാസ് എ സ്പെഷ്യാലിറ്റി, സംവെയർ ഇറ്റ് യൂസ് ടു ഹാപ്പൻ ലൈക്ക് ദാറ്റ്. മറ്റുള്ളവർ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ആലൂരൊരു പണിക്കരുണ്ട്, തൃത്താല ആലൂർ പണിക്കർ. അച്ഛൻ്റെ വലിയ അച്ഛനും ജ്യോതിഷമൊക്കെ തന്നെത്താൻ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം അദ്ദേഹം ഞാൻ 5ാം ക്ലാസ്സിൽ മറ്റേ പഠിക്കുന്ന സമയത്ത് അച്ഛൻ പോയിട്ട് ജാതം നോക്കി പറഞ്ഞു, പരമ്പരാരെ ഇത് പഠിക്കുന്നില്ല കേട്ടോ, നിങ്ങളതിനെ പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പം അച്ഛൻ പറഞ്ഞു എന്താ അത് പഠിക്കില്ല, പക്ഷേ നിങ്ങൾ വിചാരിക്കാത്ത ഉയരങ്ങളിൽ അയാളെത്തും. കരസേനയാണ് കാണുന്നത് കേട്ടോ എന്നും പറഞ്ഞു. അപ്പോൾ എല്ലാ അമ്മമാരൊക്കെ മറ്റേ നേവിയിലൊക്കെയാണ് വലിയ ആൾക്കാർ, കരസേന കാണുന്നു. ഈ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഈ ആലൂർക്ക് പണിക്കർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പിന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യമായിരുന്നു ഇതുപോലെ അകാലത്തിൽ വിചാരിക്കാത്ത ഉയർച്ചകൾ വരുന്നത്. ശരിയല്ലേ? 3.5 വർഷമായപ്പോൾ ഞാൻ ഓഫീസറായി, ഒരു ജവാനിൽ ചേർന്നിട്ടുള്ള ആൾ. പിന്നുള്ള എല്ലാം പോക്ക് അങ്ങനെയായിരുന്നു. അപ്പോൾ അതെന്ന് വെച്ചാൽ തലയിൽ നമുക്ക് വരച്ചിട്ടുണ്ട് ചില സംഭവങ്ങൾ, അതുപോലെ തന്നെ വരുള്ളൂ എങ്ങനെയായാലും. അപ്പോൾ അതൊക്കെ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് നമുക്ക് കോൺഫിഡൻസ് കുറച്ചുകൂടെ കൂടും. ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യും. ഇപ്പം ഞാൻ ഈ ആൾക്കാർക്ക് അസൂയ ഉണ്ടാവും. എന്നിട്ട് ഇവനെ കൊണ്ടൊന്നും പറ്റില്ല, ഇവനൊന്നും എൻ്റെ ഒറിജിനൽ കളർ കണ്ടിട്ടില്ലല്ലോ ആരും, നമ്മൾ ചെയ്തത് എന്താണെന്നത്. അത് മോഹൻലാൽ സാർ ഒരു പ്രാവശ്യം ആരോട് പറയുന്നത്, അത് നിങ്ങൾ അയാളെക്കുറിച്ച് അറിയില്ല, അത് ഷൂട്ടിങ്ങിൽ അവിടെ കാശ്മീർ അവിടെ കൊണ്ട് പോകാം. അപ്പോൾ ആ സമയത്ത് അറിയാം പട്ടാളക്കാർ അങ്ങേരെ കൊടുക്കുന്ന റെസ്പെക്റ്റ്, അങ്ങേരെ കൂടെ സർവീസ് ചെയ്യാത്തവർക്ക് പോലും അങ്ങേരുടെ പേരറിയാം എന്ന് പറയുന്നത് ആണ് ഏറ്റവും വലിയൊരു അവാർഡ്. നമ്മളിപ്പോഴും പോയിട്ട് സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാനെന്തും പറയാം, ഞാനൊരു കുരുക്ഷേത്രയുടെ ലൊക്കേഷനിൽ പോകുന്ന സമയത്ത് ഒരു ദിവസം ശ്രീനഗറിൽ ഫസ്റ്റ് പാര കമാൻഡോൻ്റെ യൂണിറ്റിൽ കിടക്കുമ്പോൾ അവിടെ വിനു കണ്ണൂക്കാരൻ ആയിരുന്നു അന്ന് കമാൻഡ് ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞു, സാർ ഇന്ന് ഇവിടെ എൻ്റെ ബസ് കിടക്കാം, നാളെ ഫ്ലൈറ്റിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ അന്ന് രാത്രി എന്നെ കാണാൻ ഒരു കുട്ടി വന്നിരുന്നു. കുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേജർ. അപ്പോൾ ആ മേജർ വന്നപ്പം രാത്രി 11 മണിക്കാണ് ഈ വ്യക്തി വരുന്നത്. ഞാൻ ഒരു 10 മണിക്ക് കിടന്നുറങ്ങുന്നൊരു വ്യക്തിയാണ്. ഇവർ താടിയൊക്കെ ആയിട്ട് നല്ല സ്മാർട്ട് ലോങ് ഹെയറൊക്കെ ആയിട്ട്, ഇവിടെ പലരും ചോദിക്കില്ല മോഹൻലാൽ താടി വെച്ചു നോക്കും. ഇവർക്കൊന്നും അറിയില്ല, കാശ്മീരിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓഫീസേഴ്സും ഇവരെല്ലാം അണ്ടർ കവറിന് വേണ്ടി താടി വയ്ക്കുന്നതാണ്. ഇവിടെ നാളെ ഇതൊരു നേവൽ ഓഫീസർ അടക്കം കമൻ്റ് അടിക്കുന്നുണ്ട്. ഇതിലൊക്കെ അറിയില്ലെങ്കിൽ പിന്നെ പറയരുത് വരുന്നു. കാശ്മീരിൽ നിന്ന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു 50% പെട്ട ആൾക്കാരും താടിയോട് കൂട്ടിയൊക്കെയാണ്. കാരണം അത് അണ്ടർ കവർ ഓപ്പറേഷനുള്ള റിക്വയർമെൻ്റാണ്. അപ്പം വന്നിട്ട് ഞാൻ യെസ് എന്ന് ചോദിച്ചു. കണ്ടപ്പോൾ നമുക്ക് ഷൗട്ട് ചെയ്യാനൊന്നും തോന്നില്ല, നല്ല പ്ലീസിങ് ഫേസ് ആയിട്ട്. സർ ഐ എം മേജർ മോഹിത് ശർമ്മ സർ. ഞാൻ പറഞ്ഞു മോഹിത്, അന്ന് മോഹിതിനെ അറിയില്ല നമ്മളാരും. യെസ് സർ, ഐ ഹേർഡ് എ ലോട്ട് അബൌട്ട് യു. ഞാൻ പറഞ്ഞു നമ്മൾ എങ്ങനെ, സാറ് NSGയിൽ ഇരുന്നപ്പം മറ്റേ അൽഫ ടീം പാരാ ടീമായിരുന്നു. ആ ടീമിലുള്ളതിൽ പല ആൾക്കാരും എൻ്റെ യൂണിറ്റിലുണ്ട് സാർ, ഫസ്റ്റ് പാരയിലുണ്ട്. ശരിയാണ്, എൻ്റെ ഉള്ള 30 പേരും പാര ജമ്പ് ചെയ്യുന്നവരായിരുന്നു.
അവന്മാർ വന്ന് പറയും സാർ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് അവിടെ, വളരെ ജൂനിയറാണ് സാർ. അപ്പോൾ നമ്മളെക്കുറിച്ച് അവർ പറയുന്നത് കേട്ടിട്ട് ഇയാൾ കാണാൻ വന്നിരിക്കണം. ആ വ്യക്തിയാണ് പിന്നീട് അന്ന് എൻ്റെ കൂടെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. അന്ന് എനിക്കറിയാം ഈ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും ജീവിതത്തിലാണ്. കാരണം രാത്രി ഇത്രയും കർഫ്യൂ ബൗണ്ട് ഏരിയയിൽ കുപ്വാടയിൽ നിന്ന് ശ്രീനഗറിൽ കാണാൻ വന്നിരിക്കുന്നത്. കുപ്വാടയിൽ നിന്ന് ഇതുവരെ എത്താൻ രാത്രിയിലാണെങ്കിലും ശരി 2 മണിക്കൂർ എടുക്കും. ഇത് ഒറ്റയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ ജീപ്പും വെച്ച് ഈ 2 കൂടെ AK-47 തോളത്തിട്ട് പോന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ ഒരു ഗട്ട്സ് കാണുന്നുണ്ട്. അന്നൊക്കെ ഭയങ്കര മിലിറ്റൻസി ഇൻഫെസ്റ്റഡ് ടൈമാണ്. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു, പിന്നെ കാണാമെന്നും പറഞ്ഞു. പക്ഷെ ഒരിക്കലും പിന്നെ കാണാൻ പറ്റിയില്ല. പിന്നീട് ബോംബെ ബ്ലാസ്റ്റ് കഴിഞ്ഞ് അതേ ഡിസംബറിലായിരുന്നു മോഹിത് കുപ്വാടയിൽ എൻകൗണ്ടറിൽ വെച്ചിട്ട് മരിച്ചു പോകുന്നു. ഈ മോഹിത് ശർമ്മയല്ലേ മറ്റേ അതിർത്തി കടന്നു പോയിട്ട് അവരുടെ കൂട്ടത്തിൽ കൂടിയിട്ടില്ല. അപ്പം ആ മോഹിത്തിനെ അന്ന് എനിക്കറിയില്ലായിരുന്നു. കാണാൻ വന്ന കാര്യങ്ങളൊക്കെ അപ്പോഴും ഈ വ്യക്തി എന്നോട് പറഞ്ഞിട്ടില്ല അവൻ എന്ത് ചെയ്തു എന്ന്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒറിജിനലായിട്ട് ചെയ്യുന്നവന്മാർ ബേസിക്കലി ഇതൊന്നും പറയില്ല, നമുക്കിതൊന്നും വലിയ കാര്യമില്ല. ഇപ്പം എൻ്റെ ശിവരാസൻ ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ പോലും ഇപ്പോഴാണ് പലർക്കും അറിയുന്നത്. ഈ രവീന്ദ്രനാണ് ഈ മേജർ രവി എന്നുള്ളത്. ആ ഒരു 100 എന്നുള്ള സീരിയൽ വന്നതുകൊണ്ട് നമ്മളിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ബൂസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മോഹിത് അങ്ങനെയായിരുന്നു. മോഹിത് അവിടെ പോയിട്ടുണ്ട്, അവിടെ ലോക്കൽസിനെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് മോഹിത് മരിച്ചു കിടക്കുന്ന സമയത്ത് ഇവർക്ക് ബോഡി റിക്കവർ ചെയ്യാൻ പോകാൻ പറ്റിയിട്ടില്ല. ഫസ്റ്റ് പാരയ്ക്ക് അന്നും കേണൽ വിനു തന്നെയാണ് കമാൻഡ് ചെയ്യുന്നത്. പിന്നെ വിനു എൻ്റെ അടുത്ത് പറയുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട് സാർ മോഹിതിൻ്റെ ബോഡി കിട്ടി. ഞാൻ എപ്പോഴും ഇവരൊക്കെയായിട്ട് ടച്ചിലിരിക്കും എന്ന് പറഞ്ഞാൽ പല സമയത്ത്. ഇപ്പോൾ ബോംബെ ബ്ലാസ്റ്റ് ഐ വാസ് കോൺസ്റ്റൻ്റ്ലി ഇൻ ടച്ച് വിത്ത് മൈ യൂണിറ്റ് 51 സ്റ്റേജ്. ഈ സന്ദീപൊക്കെ എൻ്റെ യൂണിറ്റിലുള്ളതായിരുന്നു. അപ്പോൾ നമ്മളിവിടുന്ന് കഴിയുന്ന രീതിയിലുള്ള അഡ്വൈസുകൾ ആ ഫസ്റ്റ് ഡേയിൽ ബ്ലാസ്റ്റ് തുടങ്ങിയപ്പം എൻ്റെ ബ്രെയിനകത്ത് തോന്നിയൊരു സംഭവം എന്താണ്, ഈ താജ് ഹോട്ടലിൻ്റെ താഴത്ത് ഇത്രയും ഗ്യാസ് സിലിണ്ടേഴ്സ് ഇരിക്കുന്നുണ്ടാവും കുക്കിങ്ങിനുള്ളത്. ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് അവിടെ ഒരു ഗ്രനേഡ് ഇട്ട് കൊടുത്താൽ ഈ ഹോട്ടൽ ഫുള്ളങ്ങ് പോകും. നമ്മളറിയാവുന്നത് നമുക്ക് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കേണലിനെ വിളിച്ചിട്ട് ഞാൻ മെസ്സേജ് ചെയ്യും, ബി കെയർഫുൾ സർ, ഡിസ്കണക്ട് ഓൾ ദിസ് ഗ്യാസ് സിലിണ്ടേഴ്സ് ആൻഡ് ഇവാക്യുവേറ്റ് ഇട്ടെന്ന്. നമ്മളറിയുന്ന ഇൻപുട്ടുകൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് ഒരു യഥാർത്ഥത്തിൽ നമുക്ക് പട്ടാളത്തിനോട് ഞാൻ എപ്പോഴും ഐ എം ഇൻ ടച്ച് വിത്ത് ഓൾ മൈ യൂണിറ്റ്സും എൻ്റെ ആളുകളോടും ഞാൻ എപ്പോഴും പറയും ബി സേഫ്. എൻ്റെ ഒരു ലാംഗ്വേജാണ് ബി സേഫ്. അപ്പോൾ അങ്ങനെ അന്ന് ബോംബെ ബ്ലാസ്റ്റെല്ലാം കഴിഞ്ഞു. മോഹിതിൻ്റെ ഇത് കഴിഞ്ഞപ്പം 2 ദിവസം കഴിഞ്ഞിട്ടാണ് മോഹിതിൻ്റെ ബോഡി റിക്കവർ ചെയ്തത്. അപ്പം അവൻ്റെ ചുറ്റും 12 മിലിറ്റൻസ് ആയിരുന്നു. ഈ 12 പേരെ ഒറ്റയ്ക്ക് വെടിവെച്ച് കൊന്നിട്ടാണ് അവൻ മരിച്ചിരിക്കുന്നത്. സോ യു കൻ ഇമാജിൻ ദേ ആർ ദ ഹീറോസ്. ഇവിടെ പലരും നിങ്ങൾ ബോംബെ ബ്ലാസ്റ്റിലൊക്കെ പല ആൾക്കാർ ഇപ്പോൾ ഈ കർക്കുറെ എന്നൊക്കെ പറയും, ഇവരൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വെടിവെച്ചിട്ടൊന്നുമില്ല. അവന്മാർ വന്ന് സ്പ്രേ അടിച്ചു വെടിയും കൊണ്ടിട്ട് പോയി. പക്ഷേ ഇതുപോലെ ഈ കാട്ടിൽ കുപ്വാടയിലുള്ള ഒരു കാട്ടിനകത്ത് മോഹിതിനെ പോലുള്ള ഒരു വ്യക്തി ചെറുപ്പക്കാരൻ മരിച്ചു പോകുന്നത് 10ഉം 12ഉം അവന് അശോക് ചക്ര കൊടുത്തതൊന്നും പോരാ. അവിടേക്കാണ് ധൈര്യത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് ആണ്. ആ കുട്ടിക്കായുള്ള അതിലും വലുതുണ്ടെന്നുള്ളത് അവൻ പാകിസ്ഥാനിൽ പോയിട്ട് മറ്റവർക്കിട്ട് പണി കൊടുത്തിട്ട് വന്നപ്പോൾ തന്നെ അറിയാം. പക്ഷെ ഇതൊന്നും നിങ്ങൾക്ക് റെക്കോർഡിക്കലി ഇവിടെയൊന്നും കിട്ടില്ല. ബിക്കോസ് സോ മെനി ഓപ്പറേഷൻസ് വി ഡു ആർ നോട്ട് സപ്പോസ് ടു ബി റിവീൽഡ്. ഇപ്പൊക്കെ പിന്നെയും കുറച്ചൊക്കെ നമുക്ക് പെർമിഷൻ ഉണ്ട്. ഈ കോൺഗ്രസ്സൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് എത്രയോ സമയത്ത് നമുക്ക് റിട്ടാലിയേഷന് പെർമിഷൻ വേണമായിരുന്നു. ഇതിപ്പോൾ BJP വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ BJPക്കാരനൊന്നുമില്ല, ഫാക്റ്റ് അതാണ്. BJP വന്നതിന് ശേഷമാണ് അവിടുന്ന് വെടിവെച്ചാൽ തിരിച്ചങ്ങ് വെടിവെച്ചോ എന്നുള്ളത് ഓർഡറുള്ളത്. അങ്ങനെ തന്നെ വേണ്ട ഒരു രാജ്യത്തിൽ. ഇപ്പം ഇന്ന് ഇസ്രായേലിനെ കുറിച്ചോ അല്ലെങ്കിൽ മൊസാദിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ആ പവർ കൊടുത്തിട്ടുണ്ട് ആ ഗവൺമെൻറ്. അല്ല അവിടെ ഈഗോ പ്രോബ്ലം ഇല്ല. എന്നോട് എന്തുകൊണ്ട് ചോദിച്ചില്ല നീ പാകിസ്ഥാൻകാരെ വെടിവെക്കാൻ? എന്തിന്? നീ മറ്റേ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി അതേ ലാംഗ്വേജിൽ നമ്മൾ കൊടുക്കാനാണ് ഈ പട്ടാളക്കാർക്ക് ശമ്പളം കൊടുത്ത് അവിടെ ബോർഡറിൽ എടുത്തിരിക്കുന്നത്. അവൻ വെടിവെക്കടാ, നീ ചാവുകയും ചെയ്യും. അതിന് ഇവിടുന്ന് ചോദിക്കരുത് ഡൽഹിയിൽ നിന്ന്. നീ എന്നോട് ചോദിക്കാമെന്ന്, നിങ്ങൾ സാറിനോട് ചോദിക്കാൻ സമയം കിട്ടില്ല സാറേ. അവിടുന്ന് വെടിവരുന്ന സമയത്ത് ഞാൻ തിരിച്ചടിച്ചില്ലെങ്കിൽ ആകുമ്പോൾ നമ്മളൊക്കെ ഫിനിഷ് ചെയ്യും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾ കാണുന്ന പലതും. അത് സർജിക്കൽ സ്ട്രൈക്ക് ആണെങ്കിലും ശരി, ഓപ്പറേഷൻ സിന്ദൂർ ആണെങ്കിലും ശരി. സിന്ദൂറിലും ഇവിടെ കുറേ ആൾക്കാർ കിടന്ന് കുതിച്ച് ചാടിയിരുന്നല്ലോ. എന്തേ നടക്കാൻ? അതാണ് ഞാൻ ആ സിനിമയായിട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ 14 ദിവസത്തിൻ്റെ ഡിലേ? 22 കഴിഞ്ഞിട്ട് 7-ാം തീയതിയാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജ് ഇതൊന്നും ജനങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് ക്രിറ്റിസൈസ് ചെയ്യാം.
ഒരു പട്ടാളം, ഒരു ഗവൺമെൻറ്റും പട്ടാളം കൂടിയിട്ടുള്ളൊരു കോർഡിനേഷൻ എന്ന് പറയുന്നത് അത് ഫുൾ പ്രൂഫ് ആയിരിക്കണം. അല്ലെങ്കിൽ 62 വാർ പോലെ ആയിരിക്കും. കൊണ്ടുപോയി ചാവാൻ വേണ്ടി ഞാൻ കൊന്നുകൊടുക്കുക. 13 കമാൻഡ്, 4 കമാൻഡ് ഇങ്ങനെയുള്ള ബറ്റാലിയൻസൊക്കെ 124 പേര് യുദ്ധത്തിന് പോയിട്ട് കമ്പനിയിൽ ആകെ 116 പേര് മരിച്ച ഡെഡ് ബോഡി കിട്ടി. 4 പേര് മിസ്സിങ് ആണ്. അവൻ 4 പേരെ മറ്റേ ജീവനോടെ ഇരിപ്പുണ്ട്, ബാക്കി 6 പേരെ മറ്റേ മിസ്സിങ്ങുമാണ്. അങ്ങനെയുള്ള ചരിത്രമുണ്ട് നമുക്ക്. സോ ഒരു പട്ടാളത്തിന് നിങ്ങളിവിടെ നിന്നിട്ട് പറഞ്ഞു ചോദിക്കും, ഇവർക്ക് എന്തിനാണ് ശമ്പളം കൊടുത്ത് വെച്ചിരിക്കുന്നത്, യുദ്ധം വരുമ്പോൾ വിളിച്ചാൽ പോരെ. അതിപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെയാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ വർക്കേഴ്സ്, ലേബേഴ്സ്, കർഷകർ ഇവരെയൊക്കെ അവിടെ കൊണ്ട് നിർത്തിയാൽ പോരെയെന്ന്. നിർത്തിയാൽ പോരാ മോനെ. ഇത് ഈ കയ്യിലിരിക്കുന്ന വെപ്പൻ യൂസ് ചെയ്യാൻ നിനക്കൊരു പല കാര്യങ്ങളും. ഈ വെപ്പൻ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു കോക്ക അവിടെ പോയി സ്ട്രക്കായി കഴിഞ്ഞാൽ അത് എങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് അടുത്ത് കയറ്റാൻ പറ്റുന്നുള്ള ഇതൊക്കെ ട്രെയിനിങ് വേണം. അല്ലാതെ കലപ്പെടുത്ത് നടക്കുന്ന കർഷകരെ അവിടെ കൊണ്ടെടുത്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് പുച്ഛം തോന്നാണ്. നിങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ പബ്ലിക്കിലൊന്നും പറയല്ലേ. മോഹൻലാലിൻ്റെ താടി പലർക്കും പ്രശ്നമാണ്. എന്തെങ്കിലും പറഞ്ഞ് മോഹൻലാലിൻ്റെ ലെഫ്റ്റനൻ്റ് ഗവർണർഷിപ്പ് തിരിച്ചെടുക്കുക. ഇതൊന്നും അറിയാതെ ഈ അസൂയയും കുരുട്ടും കൊണ്ട് തലയിലും കയറ്റി എനിക്കും കിട്ടാത്തത് അല്ലെങ്കിൽ എൻ്റെ ആൾക്ക് കിട്ടാത്തതെന്നും പറഞ്ഞിട്ട് നിലവിളി കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ആദ്യം പഠിക്കൂ കാര്യങ്ങൾ. നിങ്ങൾക്കറിയാത്ത എത്രയോ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പം ആർമി ചീഫിൻ്റെ കൂടെ ഞങ്ങൾ ഇപ്പം നാളെ അവാർഡ് വാങ്ങിക്കാൻ പോയി. അതിൻ്റെ മുകളിലൊരു നേവൽ ചീഫ് എഴുതിയിരിക്കുകയാണ്. ഹൗ ഡിഡ് യു ഗോ. ഒരു നേവി ചീഫ് റിട്ടയർ ആയിട്ടുള്ള ആൾക്ക് അറിയില്ല ഒരു ആർമി ചീഫാണിത് കൊടുക്കുന്നത്. ആ ആർമി ചീഫിൻ്റെ മുന്നിൽ പ്രോട്ടോക്കോൾ തെറ്റിച്ചിട്ട് ഇങ്ങനെയുള്ള യൂണിഫോം ഇട്ടിട്ട് പോവോ? ഇല്ല. അപ്പോൾ അന്നും എന്തുകൊണ്ട് മോഹൻലാൽ ഇങ്ങനെ ക്യാമഫ്ലൈസ് ഡ്രസ്സിൽ പോയിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമഫ്ലൈസ് ഡ്രസ്സിലെ താടി പ്രശ്നമില്ല, ഓപ്പറേഷണൽ ഡ്രസ്സാണ്. മറ്റത് എന്തുകൊണ്ട് ഞാൻ മറ്റേ യൂണിഫോം റെഡിയാക്കി വെച്ചിരുന്നു. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, സാർ ഇങ്ങനെ താടി ഉണ്ടെന്നുണ്ട്. അപ്പോൾ നമ്മൾ OG യൂണിഫോം ഇടുന്നില്ല, സെറമോണിയിൽ ഇടുന്നില്ല, കോമ്പാറ്റ് യൂണിഫോം ഇട്ടിരിക്കും. ഇതുപോലും അറിയാതെ റിട്ടയർ ആയിട്ടുള്ള നേവി ചീഫാണെന്ന് പറയുന്ന സമയത്ത് ഞാൻ മറുപടി കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, വിട്ടേക്ക്. ഞാനിപ്പോൾ ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജനങ്ങൾ അതിൻ്റെ താഴത്ത് കുറേ കയറി എഴുതിയിട്ടുണ്ട്. കുറേ വിവരമില്ലാത്ത കുറച്ച് റിട്ടയർഡ് ആർമി ഓഫീസേഴ്സ് അതിൻ്റെ താഴത്ത് കമൻറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷാലോ നോളേജ് എന്ന് പറയുന്നത് ചിലവന്മാരുണ്ട് ബുക്കിൽ പഠിച്ച് മാത്രം ഉണ്ടായിരിക്കും. ഇതിനപ്പുറത്ത് ഇപ്പോൾ വയനാട്ടിൽ ഞാൻ പോയി, ഞാൻ യൂണിഫോം ഇട്ട് അത് ഇവിടുത്തെ ലാലിൻ്റെ കൂടെയുള്ള ഒരുത്തൻ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് പേര് ഇതാക്കിയതാണ്. ഞാൻ ഇട്ടിരിക്കുന്ന യൂണിഫോം അല്ലാതെ അതുപോലും അറിയുന്നില്ല. ദാറ്റ്സ് എ വർക്കിംഗ് ഡ്രസ്. ആൻഡ് പ്ലസ് റിട്ടയർഡ് ഓഫീസേഴ്സ് ക്യാൻ പുട്ട് ഓൺ ദ യൂണിഫോം വെൻ യു ആർ വർക്കിംഗ് ഫോർ ദ എയ്ഡ് ടു സിവിൽ അതോറിറ്റീസ്. എയ്ഡ് ടു സിവിൽ അതോറിറ്റീസ് എന്താണത്? അതിൻ്റെ ക്ലോസ് ഉണ്ട്. ഇതുപോലെ ഡിസാസ്റ്റർ വരുന്ന സമയത്തും എന്തെങ്കിലും എർത്ത് കേക്ക്, ഭൂകമ്പം വന്നു, മലവെള്ളപ്പാച്ചിൽ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാലും അവിടെ എയ്ഡ് ടു സിവിൽ അതോറിറ്റീസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് യൂണിഫോം ഇട്ടിട്ട് പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതുണ്ട്. ഈ ക്ലോസ് അറിയില്ല, പല പട്ടാളക്കാർക്കും അറിയില്ല അത്. എന്നിട്ട് ഇവന്മാരെല്ലാം എന്നെ കുക്കെന്ന് വിളിക്കും. ഈ കുക്കുകളായിരിക്കും ഈ വിളിക്കുന്നത്. ഇവൻ്റെയൊക്കെ ഫ്രസ്ട്രേഷനുണ്ട് പലർക്കും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പണ്ടൊക്കെ ചിലപ്പോൾ വിഷമം, ഇപ്പോൾ വിഷമമൊന്നുമില്ല. കാരണം ഈ ബുദ്ധിയില്ലാത്തവന്മാരുടെ അടുത്ത് നമ്മളെന്തിനാണ് ടാലിയേറ്റ് ചെയ്യുന്നതല്ല, അത് പല റാങ്കിലും ഉണ്ടായിരിക്കും. സോ ഇതൊക്കെയാണ് മേജർ ഇവിടെ പ്രശ്നം. ഞാനിത് അവന്മാരെ മുഖത്തടിച്ച് പറയുകയും ചെയ്യും. പിന്നെ ആരിതൊക്കെ ചെയ്യുന്നു എന്നുള്ളതും. എന്നിട്ട് എന്തായി, അപ്പോഴത്തേക്ക് ഒരുത്തം പ്രൈം മിനിസ്റ്റർ ലെറ്റർ എഴുതി ഇവിടെ മഞ്ഞപ്പത്രങ്ങളാണ് അടിച്ചിറക്കല്ലേ, മേജർ രവിനെ ഇപ്പോൾ തൂക്കിക്കൊല്ലും, മോഹൻലാലിനെ തൂക്കിക്കൊല്ലും. പ്രൈം മിനിസ്റ്ററുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അത് ചവറ്റുകുട്ടയിൽ തുറക്കൂടില്ല, അതെങ്ങനെയെങ്കിൽ പോകുന്നതെന്ന് ഇവർക്ക് അറിയില്ല. സോ ലോട്ട് ഓഫ് തിങ്സ് പ്രൊപ്പഗണ്ട വെൻ യു ഹിയർ. ഞാൻ ചിരിക്കുക. ഇപ്പം എൻ്റെ പടത്തിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് നടക്കുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞിട്ടില്ല, അത് ഓട്ടോ നമ്മൾ ഇത് ചെയ്യുന്നു എന്നുള്ളത്. താഴത്തുള്ള ചില കമൻറ്റുകളാണ്. ഒരു പർട്ടിക്കുലർ കാറ്റഗറി, പർട്ടിക്കുലർ പാർട്ടിക്കാർ. ഇവൻ പിന്നെയും വന്നു. എന്ത് മോഹൻലാലിൻ്റെ എല്ലാ രക്ഷകരാണ് ഇവർ. മോഹൻലാലിനെ തുലയ്ക്കാൻ, മോഹൻലാലിനെ ഇത് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് മേജർ രവിയും മോഹൻലാലും കൂടെ ചേർത്ത് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. അത് ചില ആൾക്കാർക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ സോറി യാർ, ഞങ്ങളുടെ റിലേഷനാണത്. ഇഫ് ഐ ലൈക്ക് യു, ഐ ലൈക്ക് യു. അത് തേർഡ് പാർട്ടി വന്നിട്ട് നീ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഓക്കെ, അത് നോക്കിക്കൊണ്ട്. പക്ഷെ ദെൻ ഐ വിൽ ബി, അതാണ് മോഹൻലാൽ. സോ ഇങ്ങനെയുള്ളതൊക്കെയാണ് ചില ക്യാരക്ടേഴ്സിൽ നിങ്ങൾക്ക് മേജർ രവിയിൽ കാണാൻ പറ്റുന്നത്. NSGയിലെ 3.5 വർഷത്തെ ഒരു ഡയറിങ് ഓപ്പറേഷൻസിൽ ഒരുപാട് പങ്കെടുത്തു. അപ്പോൾ അന്ന് സിഖ് മിലിറ്റൻസ്, അതായത് ഖാലിസ്ഥാൻ മിലിറ്റൻസ് ഉള്ള സമയം അവിടെ പങ്കെടുത്തപ്പോൾ ഉള്ളൊരു സംഭവത്തെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നു.
അപ്പോൾ അതിനൊപ്പം തന്നെ കൗണ്ടർ ടെററിസം. സാറ് കൗണ്ടർ ടെററിസം ആൻറ്റി ഹൈജാക്കിൽ നിന്ന് മാറി കൗണ്ടർ ടെററിസത്തിലേക്ക് പോകാൻ ആഗ്രഹം പ്രകടിച്ച് പോയ ആളാണ്. അപ്പോൾ അതും നിരവധി ഓപ്പറേഷനുകൾ ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് ഡെയറിങ് ആയിട്ട് ഏതൊക്കെ ഓപ്പറേഷനാണ് അത്രയും ഡിഫിക്കൽട്ട്? അവിടെ ഡെയറിങ്ങോ എന്നുള്ളതല്ല. ഒരു ഓപ്പറേഷൻ വരുന്ന സമയത്ത് വി ജസ്റ്റ് ജമ്പ് ഇൻ ടു ദാറ്റ്. എനിക്ക് അതിവിടെ സ്കൂൾ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ എല്ലാവരും വളണ്ടറി ചെയ്യും. ഞാൻ ചെയ്യാം. എൻ്റെ അമ്മ പറയും എൻ്റെ കുട്ടിക്ക് വയ്യ എന്നുള്ളൊരു വാക്കറിയില്ല എന്നുള്ളത്. എൻ്റെ അമ്മ എപ്പോഴും എല്ലാവരും പറയും അവർ വയ്യ എന്നുള്ള രവിയെ ആ ആടിനത്തിരി ഇല വെട്ടിക്കുക. അപ്പോഴത്തേക്ക് ഞാൻ പ്ലാനിൻ്റെ മുകളിൽ കയറി ആടിന് വില കെട്ടിട്ട് കൊടുക്കുക. അന്ന് പയ്യന് പുല്ലുവെട്ടാൻ ആളുണ്ടായിരുന്നില്ല. ഞാൻ പോയി പുല്ലരിഞ്ഞിട്ട് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ജോലി ഒന്നും ഉണ്ടായിരുന്നില്ല. പയ്യനെ കറക്കുമായിരുന്നു. ചാണകം, തൊഴുത്തിലത്തെ ചാണകം ഞാൻ മുഴുവൻ വടിച്ച് വൃത്തിയാക്കിയിട്ട് എനിക്കിതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് എനിക്കെൻ്റെ ചില അസിസ്റ്റൻറ്റുമാർ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ഞാൻ പെട്ടെന്ന് പറഞ്ഞേക്കുകയും ചെയ്യും തിരിച്ച്. ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അവർക്ക് അതിൻ്റെ എന്തോ ഈഗോ പ്രോബ്ലം. പ്രിയേട്ടൻ്റെ അസിസ്റ്റൻ്റായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ റിട്ടയറായിട്ട് വന്നിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് പോലും എനിക്കൊരു കാര്യത്തിലും ഒരു മടിയില്ല. മാലാമാൽ വീക്കിലിയുടെ സമയത്ത് പെട്ടെന്നാണ് ഷോട്ടിൽ കാണുന്നത്, ആ സൈഡിൽ കൂടെ നമ്മൾ ആരും അറിയാതെ ഒരു പശു ചാണകം ഇട്ടിട്ട് പോയി. ഷോട്ട് ആ ഫ്രെയിമിലുണ്ടത്. ഞാൻ ഫ്രെയിമിലിങ്ങനെ ഇരിക്കുന്നത്, അതെന്താ അവിടെ? അപ്പോൾ ആ സൈഡിൽ കൂടെയാണ് രാജ്പാൽ യാദവിന് പോകേണ്ടത്. ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. ഓടിപ്പോയിട്ട് ഞാൻ ഈ കൈ കൊണ്ട് ചാണകം വരട്ടി ആ സൈഡിലേക്ക് ഇട്ട് ഓക്കെ ഷോട്ട് റെഡി സാർ എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്ത്. അന്ന് വർക്കിംഗ്, ഐ ആം എൻ റിട്ടയർഡ് ഓഫീസർ, പെൻഷൻ കിട്ടുന്ന ആളാണ്. ബട്ട് ഐ ആം പ്രിയദർശൻസ് അസിസ്റ്റൻറ്റ്. സോ ഐ ഷുഡ് ബിഹേവ് ലൈക്ക് അസിസ്റ്റൻറ്റ്. അവിടെ ഞാൻ ആർട്ട് ഡയറക്ടറെ കാണിച്ച് അത് അയാളുടെ ജോലിയാണെന്നുള്ള പറഞ്ഞ് നിൽക്കില്ല. അതിനെന്താണ് സമയം പോവും. ആ ആൾക്കാർ പല ജോലിയിലുമായിരിക്കും. സോ യു ഗോട്ട് ടു ബി സിൻസിയർ ടു വാട്ട് യു ആർ ഡൂയിങ്. ഇത് തന്നെയാണ് NSCയിലത്തെ ഓപ്പറേഷൻസ്. ഞാൻ കള്ളുപിടിക്കില്ല. അപ്പം വെച്ചാൽ രാത്രിയിലൊക്കെ ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്കായിരിക്കും, കാരണം ബാക്കിയെല്ലാവരൊക്കെ തണ്ണിടിച്ചിട്ടുണ്ടായിരിക്കും. ആദ്യത്തെ പേര് വരുന്നത് എനിക്കായിരിക്കും. ഞാനതിന് റെഡിയാണ്. രവീന്ദ്രൻ റെഡി. മറ്റവരൊക്കെ കെട്ടിറങ്ങിയിട്ട് വരുമ്പോഴത്തേക്കും പിറ്റേ ദിവസം കാലത്താവും. അപ്പോഴത്തേക്കും നമ്മളവിടെ എത്തി ചിലപ്പോൾ ഓപ്പറേഷൻ ഫിനിഷിങ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ പല ഓപ്പറേഷൻസിലും പോകാനുള്ള പ്രിവിലേജ് കിട്ടിയിട്ടുണ്ട്. മരിക്കാതെ തിരിച്ചു വരാനുള്ള ഭാഗ്യവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പലതും നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം, ഇപ്പം മാണ്ട് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. മാണ്ടെന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലമാണത്. പഞ്ചാബിൽ ഇഷ്ടം പോലെ ആ ഡാമിൻ്റെയൊക്കെ സൈഡിൽ, ബക്ര ഡാം ഇതിൻ്റെയൊക്കെ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചതുപ്പ് നിലങ്ങളുണ്ടായിരിക്കും. ചതുപ്പ് നിലത്തിൽ എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ മൺകൂനകൾ, പിന്നെ ഗ്യാപ്പുള്ളിടത്ത് ചതുപ്പായിരിക്കും. ഈ മൺകൂനകളുടെ മുഴുവൻ വലിയ സർക്കണ്ട പുല്ലുകളുണ്ടാവും, നല്ല ഹൈറ്റുള്ള പുല്ല്. അപ്പോൾ ഇതിനകത്ത് ഈ മിലിറ്റൻസ് ഒളിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ പ്ലെയിൻ ഇതിൽ നോക്കിയാൽ കാണില്ല. മുകളിൽ കൂടെ പോയാൽ മാത്രമേ മരം ഓടുന്നത് കാണുള്ളൂ, ഹെലികോപ്റ്ററിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഓടുമ്പോൾ നമ്മളെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൊണ്ടുവന്നിട്ട് സ്ലിതറിങ് ചെയ്തിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ ഇവരുടെ പുറകിൽ ചേസ് ചെയ്യണം. അപ്പോൾ അവിടെയൊക്കെ ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കഴുത്തിൽ എപ്പോഴും ഒരു വിസിലുണ്ടായിരിക്കും. എല്ലാവരുടെ കയ്യിലും നമ്മൾ വിസിൽ കൊടുക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഓട്ടത്തിൽ ചിലപ്പോൾ ചതുപ്പിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഇത് ആദ്യം എടുത്തിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഒരു പ്രത്യേക ഫീലാണത്. കാല് വെറുതെ വെച്ച് കൊടുത്താൽ മതി, അകത്ത് അടിയിൽ നിന്ന് ഇങ്ങനെ വലിക്കുന്നൊരു ഫീൽ കിട്ടും. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്താലും ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കാല് വെച്ചിട്ടുണ്ട്, രണ്ടാളൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ നമുക്കറിയാതെ അതിന് ഉള്ളിൽ നിന്ന് കാണാൻ ഇങ്ങനെ വലിക്കുന്നൊരു ഫീല്. ഇതാണ് നമ്മുടെ ഒരു ബോഡി ചതുപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കാണും. എത്ര സ്ട്രഗിൾ ചെയ്താലും ആളിങ്ങനെ സിനിമയിലൊക്കെ കണ്ടു കാണും താന്നിങ്ങനെ പോകുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ നമുക്കെന്താണ്, ഇതെടുത്ത് വായിലങ്ങ് വെക്കുകയാണ്. പിന്നെ കയ്യിൽ പോവും ചിലപ്പം. ഇത് ഊതിക്കൊണ്ടിരിക്കും. പല ആൾക്കാരും അങ്ങനെ അവസാനത്തെ ഊതിലൊക്കെ ഇരിക്കുമ്പോൾ രക്ഷപ്പെടുത്തും. ഇപ്പം ഇതൊക്കെ റിസ്ക്കാണിതിൽ. അപ്പോൾ ഇത് വെറൊരു വെടിവെപ്പ് മാത്രമല്ല അവിടുത്തെ റിസ്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്നു ഇതെല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹെലികോപ്റ്റർ ചിലപ്പോൾ നമ്മൾ ഗ്യാപ്പ് നോക്കിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ചതുപ്പായിരിക്കും. അപ്പോൾ ആദ്യത്തെ ആളെ ഇറങ്ങി നോക്കുന്ന ആദ്യത്തെ ആളാരായിരിക്കും? എപ്പോഴും ഞാൻ തന്നെ ആയിരിക്കും ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ലീഡ് എന്ന് പറയും. ഇറങ്ങി നോക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ബഡ്ഡി ഉണ്ടായിരിക്കും. രണ്ടുപേരും ഇന്നവരെ ഭാഗ്യത്തിന് അങ്ങനെ ചതുപ്പിൽ പോയി പെട്ടിട്ടില്ല. പക്ഷേ ഓരോ അടിയും ഡേഞ്ചറായിരിക്കും. അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഉണ്ട്. അവിടെയും നമ്മൾ ഫയറിങ്ങും അതിൻ്റെ കൂട്ടത്തിൽ നാച്ചുറലായിട്ട് ഈ ജിയോഗ്രഫിക്കൽ പ്രോബ്ലംസ് ഇതെല്ലാം ഫേസ് ചെയ്യണം. അപ്പോൾ ഇതാണ്, നിങ്ങൾക്കിതൊന്നും പറഞ്ഞാൽ പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ പല സ്ഥലത്തും ഓപ്പറേഷന് പോകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാത്ത സംഭവങ്ങളൊക്കെ വരും. ട്രെയിനിങ്ങിലൊന്നും കാണാത്ത പലതും വരും. ഇപ്പോൾ NSCയിലൊപ്പം തന്നെയാണ് ശിവരാജൻ്റെ ഓപ്പറേഷനിൽ നമ്മൾ ബിൽഡിങ് ബ്ലാസ്റ്റ് ചെയ്തിട്ട് കയറ്റാനൊക്കെ നമ്മളെ പഠിപ്പിക്കും. എങ്ങനെയാണ് വാതിക്കൽ കൊണ്ട് ഫ്രെയിം ചെയ്തത്.
അവിടുന്ന് നമ്മൾ ഓഗസ്റ്റ് 2 ഇന്ദിരാനഗറിൽ ഒരു ഓപ്പറേഷനിലാണ്. നമ്മൾ കയറുമ്പോൾ നമ്മൾ വിചാരിക്കാത്തൊരു വാള് അവിടെ ഉണ്ട്. അപ്പം നമുക്കെന്തായി എന്ത് ചെയ്യണമെന്നുള്ള അറിയില്ല. ആകെ നമ്മൾ ഒരു ചാർജും ഒരു ബ്ലാസ്റ്റുമാണ് കൊണ്ടുവന്നത്. ഈ ബ്ലാസ്റ്റ് ഫ്രണ്ട് ഡോറിൽ വെച്ചു. കാരണം അകത്ത് പിന്നെ പറഞ്ഞ ആവശ്യമില്ല, അപ്പോൾ നമ്മൾ കൊണ്ടുപോയില്ല. പക്ഷെ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് പിന്നീട് എന്തുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിക്കാർ എന്ത് കറക്ഷൻ ഉണ്ടെങ്കിലും ഞങ്ങളെ അറിയിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതുപോലുള്ള നാഷണൽ സെക്യൂരിറ്റിയുടെ സംഭവം വരുമ്പോഴാണത്. ഞങ്ങൾക്ക് കിട്ടിയ ബ്ലൂ പ്രിൻറ്റിൽ ഈ വാൾ ഉണ്ടായിരുന്നില്ല. കയറിയ വഴിക്ക് ഹാളായിരുന്നു. പക്ഷെ ഇവർ ഈ ഹാളിനും മറ്റേ സ്റ്റെപ്പിൻ്റെ ഇടയ്ക്ക് ഒരു വാൾ കെട്ടിയിട്ട് അവിടെ ഒരു വാതിലുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മളൊരു ഓപ്പറേഷൻ വരും. ഈ സമയത്ത് നമ്മുടെ ബ്രെയിൻ എങ്ങനെ യൂസ് ചെയ്യണം, ഇതാണ് ഒരു കമാൻഡോ. അല്ല, കമാൻഡോ എന്ന് പറഞ്ഞാൽ വെറും മസിൽ മാത്രമല്ല, ഹിസ് ബ്രെയിൻ ഓൾസോ ഷുഡ് വർക്ക് ഫാസ്റ്റ്. അതിനാരും ഒന്നും പറയില്ല, ആരോടും വിളിച്ച് ചോദിക്കാനും പറ്റില്ല. യു ഗോട്ട് ടു ടേക്ക് ദ ഡിസിഷൻ. ഇവിടെയാണ് ഒരു കമാൻഡോ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവുന്നത്. അപ്പം അതിൻ്റെ ട്രെയിനിങ്ങാണ് നമുക്ക് ഈ കിട്ടുന്നത്. അങ്ങനെയുള്ള പല ഓപ്പറേഷൻസും, അത് പഞ്ചാബിലാണെങ്കിലും ശരി. പഞ്ചാബിലിപ്പം ഒരു മിനോച്ചാൽ എന്ന് പറഞ്ഞിട്ടൊരു ടെററിസ്റ്റിനെ പിടിക്കണ്ടായി. ഇയാളെ പിടിച്ചിട്ട് അയാളെ കൊല്ലാതെ പിടിക്കാൻ പറ്റി. അയാളെ കൊന്നാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അന്ന് ഭിൻഡ്രംവാല കഴിഞ്ഞാൽ നെക്സ്റ്റ് തലയ്ക്ക് ഹെവി പ്രൈസ് ഉണ്ടായിരുന്നു മിനോച്ചാലിൻ്റെ ആയിരുന്നു. അപ്പോൾ മിനോച്ചാൽ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ഷെഡ്യൂൾ കാസ്റ്റാണ്. സർദാർ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് മിസ്സായിട്ട് പോയിട്ടുമുണ്ട്. ഒരു ചായക്കടയിൽ ഞങ്ങൾ കണ്ടു, പക്ഷേ എനിക്ക് കൺഫർമേഷൻ കിട്ടാത്തതുകൊണ്ട് വെടിവെക്കാൻ പറ്റിയില്ല. അങ്ങനെ മിസ്സായി പോയിട്ടുണ്ട്. ജസ്റ്റ് മിസ് എന്നൊക്കെ പറയില്ലേ, അയാൾ ഒന്ന് കൺഫർമേഷൻ വേണ്ടിയിട്ട് ഒരാളെ നോക്കുന്നു, അയാൾ എന്നെ നോക്കുന്നേ ഇല്ല. അയാളാണ് എനിക്ക് ഇൻഫർമേഷൻ തരേണ്ടത്. ഇയാൾ ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾ പേടിച്ച്. പക്ഷേ ഇവൻ്റെ നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതോ ഒരുത്തൻ വയർലെസ് എവിടുന്നോ അവനൊന്ന് പ്രസ് ചെയ്തു. ആ പ്രസ് ചെയ്യുന്ന നമ്മുടെ അടുത്തിരിക്കുന്ന വയർലെസ്സിൻ്റെ മുകളിൽ സ്കിൽ സൗണ്ട് വരും, ക്ഷ് എന്ന് പറഞ്ഞിട്ട്. അവിടെ പ്രസ് ചെയ്താൽ മതി, നമ്മൾ പ്രസ് ചെയ്യണ്ട. ഈ സൗണ്ട് കേട്ടൊഴിക്ക് വന്ന് നോക്കി. നമ്മളൊക്കെ ഡിസ്കൈസിലാണ്, താടിയുണ്ട്, വലിയ ലോങ് ഹെയർ, പടുക്കമാരിയൊക്കെ തലയിൽ കൂടെ ഒക്കെ കെട്ടിയിട്ട് നമ്മളൊരു സിക്കായിട്ട് നടക്കുകയാണ് അവിടെ. ഷെഡ്യൂൾ കറുത്ത സിക്കുകൾ അവിടെ ഉണ്ട് ഇഷ്ടംപോലെ. ട്രക്ക് ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. ഞാനും ബഡ്ഡിയുണ്ട്. അവൻ എന്നെ നോക്കുന്നു, ഞാനും അവനെ നോക്കുന്നു. ഇനിയുള്ളതെന്ന് വെച്ചാൽ ആരാണ് ആദ്യം പിസ്റ്റൾ എടുക്കുക എന്നുള്ളതാണ്. അയാളൊന്നും ചെയ്തില്ല. അയാൾ ചായ അവിടെ വെച്ചു, ഒരു സിപ്പും കൂടെ കഴിച്ചിട്ട് അയാൾ വന്ന ബൈക്കിലാണ്. ഈ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നവർക്ക് അയാൾ എന്നെ തന്നെയാണ് നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മൂവ് ഉണ്ടോ എന്നുള്ള. അയാൾ ഞാനെടുത്താൽ അയാളും എടുക്കും എന്നുള്ള ലെവലിൽ. അങ്ങനെ അദ്ദേഹം ബൈക്ക് കയറി ഇങ്ങ് പോയ വഴിക്ക് ഞാൻ ഒയ്യേക്കാ हाँ साहब जी फिर बोला क्यों नहीं ഒന്നുമില്ല. അയാൾ ഉണ്ടാവും നിൽക്കുക. അയാൾ പേടിച്ചിരിക്കുന്നത്. ഈ സാധനം 6'4" ഹൈറ്റുണ്ട്. പിന്നെ ഈ പകുതിയും കൂടി ആകുമ്പോഴത്തേക്കും ഭയങ്കര ഹൈറ്റ് ഫീൽ ചെയ്യും. ഞാനൊക്കെ അയാളെ മുന്നിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതവിടുന്ന് മിസ്സായി. പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടി. 3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് ഇങ്ങനെ ഫയർ ഫൈറ്റ് ഇല്ലാതെ തന്നെ ഇയാൾ ഒരു പശുത്തൊഴുത്തിലാണ് ഇങ്ങനെ കിട്ടിയത്. പശുത്തൊഴുത്തിൽ പശുക്കളൊക്കെ നമ്മൾ പുല്ലിട്ട് കൊടുക്കുമല്ലോ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ആ തിന്നുന്ന സ്ഥലത്ത് ആ പുല്ലിൻ്റെ അടിയിലായിരുന്നു കയറി കിടന്നിരുന്നത്. പശുക്കൾ പുല്ല് തിന്നുന്നുണ്ട്, ഇളതിൻ്റെ അടിയിലുണ്ടായിരുന്നു. അങ്ങനെ പിടിച്ചുകൊണ്ടുവന്ന് പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്തു. 2 ദിവസം കഴിഞ്ഞിട്ട് പോലീസ് വന്നിട്ട് പറഞ്ഞ് ബോലിനില്ല സാർ, ഒന്നും പറയുന്നില്ല അയാളൊന്നും. അപ്പോൾ അവന് അതിന് കൊടുത്തിട്ടൊന്നും കാര്യമില്ല സാർ, ഒട്ടിച്ചാൽ തിരിച്ച് ബൗൺസ് ചെയ്യണമെന്ന്. അങ്ങനെ ശരീരം എന്നുള്ള. അപ്പോൾ ഈ സർദാറും ഈ സബ് ഇൻസ്പെക്ടറും നല്ല ഹാൻസം ഒരു പാർട്ടിയാണ്. അപ്പോഴാണ് നമ്മൾ എഗെയിൻ സൈക്കോളജിക്കൽ ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൽ നമ്മൾ പല ഗെയിംസും ഉണ്ട്. അതിനകത്തുള്ള ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഇവനെ ഫുള്ളായിട്ട് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവൻ്റെ വീക്ക്നെസ് എന്താണെന്നുള്ളത്. അങ്ങനെ ഇവനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ച് വന്നപ്പം അവൻ്റെ വീട് എവിടെയാണ്, ഇന്നടത്താണ്, അവിടെ എന്താണ്. അപ്പം ഇവനാണ് ഇയാൾ പറയുന്നത് ഷെഡ്യൂൾ കാസ്റ്റാണ്. അപ്പം ചോദിച്ചു നീ ഏതാണെന്ന് ചോദിച്ചു. ഞാൻ അപ്പർ കാസ്റ്റാണ്, മതിയെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ അവിടെയൊക്കെയുള്ള ഏരിയയിൽ ഇപ്പോൾ ഹരിയാന ഇതിലൊക്കെ ഈ കാസ്റ്റിസം ഭയങ്കരമായിട്ടുണ്ട്. അപ്പർ കാസ്റ്റ്, ലോവർ കാസ്റ്റ്. ഇവിടെ നമ്മളതൊന്നും കാണില്ല. ഇപ്പോൾ വെറുതെ പറയാൻ വേണ്ടി പറയായിരിക്കും, ഞങ്ങളൊക്കെ താഴ്ന്ന ജാതിക്കാരെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പാട്ടുകളിലൊക്കെ കൂടെ കേൾക്കാം. അതൊന്നും കേരളത്തിൽ ഇല്ല. അതെല്ലാം ഉന്മൂലനാശം കഴിഞ്ഞ് പോയിരിക്കുന്നു. ഇപ്പം അത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പാട്ടുപാടി നടക്കുന്ന ചിലവന്മാരുണ്ട്. അതല്ല, ഇന്ന് കേരളം ആ ഒരു കാര്യത്തിൽ വളരെയധികം ഫോർവേഡാണ്.
അവിടെ അങ്ങനെ ഇല്ലായിരുന്നു. ഇത് ഐ എം ടോക്കിംഗ് അബൌട്ട് 91, 92 ഈ സമയത്ത്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ ഫുൾ ഡ്രസ്സ് ഇട്ടിട്ട് ഈ സെറമോണിയൽ ഡ്രസ്സ് ഇട്ടിട്ട് പോവാ. അതിന് മുന്നേ കോൺസ്റ്റബിളിൻ്റെ അടുത്ത് അവിടെ ഫോൺ ചെയ്ത് പറഞ്ഞേക്ക് ഇവനെ നല്ല റൂമിലേക്ക് ആക്കിയിട്ട് ഒരു വൈറ്റ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടൊരു ബെഡൊക്കെ റെഡി ആക്കിയിട്ട് താഴത്തുള്ള ഒരു കൂജയിൽ വെള്ളവും ഒരു ടേബിളും ചെയറും എല്ലാം കൂടെ അവിടെ വെച്ചിട്ട് ഒരു ഫുൾ സെറ്റപ്പ് ചെയ്യാൻ. അങ്ങനെ ഒരു ഇൻട്രോഗേഷൻ സെല്ലിനെ നമ്മൾ കൺവെർട്ട് ചെയ്തു. ബെഡും വൈറ്റ് ബെഡ്ഷീറ്റ് ഇതൊരു 2 hours സമയമെടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ മാറ്റി. അപ്പോൾ ഇത് ഞങ്ങൾ ദൂരെ വണ്ടിയിൽ ഈ ഒരു പർട്ടിക്കുലർ വിൻഡോൻ്റെ അവിടുന്ന് ഒബ്സർവേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ബൈനോക്കുലറുമായിട്ട് ഇരിപ്പുണ്ട് അവിടെ. അപ്പോൾ ഇവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സബ് ഇൻസ്പെക്ടറിൻ്റെ അടുത്ത് അവിടെ പോയിട്ട് ഈ പകുതി എടുത്തിട്ട് ഇവരെ കാക്കിൽ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇവൻ ആദ്യം പെട്ടെന്ന് സാബ്ജി, കാരണം ഇവർ അപ്പർ കാസ്റ്റാണ്, പകുതി എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ അത്രയും വലിയ ഇൻസൾട്ടായിപ്പോയി. തല കട്ട് ചെയ്ത് കളയുമാർ. ഞാൻ പറഞ്ഞു സാർ ഹം ഗവൺമെൻറ് നൗക്കറി കർ. അവൻ്റെ കാല് നക്കണം എന്ന് പറഞ്ഞാൽ നക്കും. കാരണം നമുക്ക് നമ്മുടെ കാര്യം എടുക്കണം. അവൻ്റെ അടുത്ത് ഇൻട്രോഗേഷൻ ചെയ്ത് അവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഫെയിലായി. പിന്നെ അവനെ എങ്ങോട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സമയമെടുക്കും. അപ്പോൾ ഇൻട്രോഗേഷൻ ചെയ്ത് അവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയേ പറ്റുമെന്ന്. അങ്ങനെയുള്ള സംഭവിച്ചിട്ട് പോയിട്ട് പിന്നെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ഇവനവിടെ മാറ്റിയിട്ട് ഇവൻ ഈ ബെഡിലിരിക്കുന്നില്ല. ഇവൻ ബെഡിൻ്റെ അവിടെ സൈഡിൽ കോർണറിൽ ഇങ്ങനെ വന്നിട്ട് ബെഡ് ഇങ്ങനെ നോക്കുന്നു, കൂജ നോക്കുന്നുണ്ട്, വെള്ളം വെച്ചിരിക്കുന്നത്, ടേബിൾ നോക്കുന്നു. ഒരു മനുഷ്യൻ എന്തോ പ്രശ്നമാണ്. അപ്പോൾ അവൻ വിചാരിച്ച എല്ലാപ്പോഴത്തെ പ്രശ്നം അവൻ വിചാരിച്ച എന്താ വെച്ചാൽ ഈ ബെഡിൻ്റെ മുകളിൽ എന്തോ ഉണ്ടോ, അതോ ഈ വെള്ളത്തിൽ വല്ലതും കലർത്തിയിട്ടുണ്ടോ, ഇതൊക്കെയാണ് അവൻ നോക്കുന്നത്. നമ്മൾ വേറെ ഗെയിം പ്ലാനാണെന്നുള്ളത് ഇവനൊന്നും പിടികിട്ടുന്നില്ല. അങ്ങനെ ഇയാൾ ചെല്ലുമ്പോഴും അവൻ ആ കോർണറിൽ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്നുവെച്ചാൽ ഖട ബാജാവണോ ആപ്പ്. അവൻ എഴുന്നേറ്റിട്ട് ഇരിക്കുന്നില്ല. അപ്പോൾ എഴുന്നേറ്റ് ആ ബൈഠോനെ ആപ്കിൽ തയ്യാർ ചെയ്യാന്നൊക്കെ പറഞ്ഞ് കേട്ടില്ല. ഇതൊക്കെ നമ്മൾ ദൂരം നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഇയാൾ സർദാർ പകടി ഊരി അവൻ്റെ കാക്കൽ വെച്ചിട്ട് ഇങ്ങനെ കാലിലൂടെ അങ്ങ് തൊട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് കയറി പിടിച്ച് എഴുന്നേപ്പിച്ചിട്ട് സാബ് ക്യാ കറിക്കാറോന്ന് മുझे ബച്ചാലോ, എന്നെ രക്ഷിക്കണം. അപ്പം അവർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഒരു അപ്പർ കാസ്റ്റുകാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എൻ്റെ ഡ്യൂട്ടി, തല പോയാൽ അത് ചെയ്തു കൊടുത്തിരിക്കും. അങ്ങനെയൊക്കെയുള്ള ചില വാശി ഇത് ആ ബ്ലഡിലുള്ളതാണ് അവന്മാർക്ക്. अब क्या कर रहे हो अपन? मेरी फैमिली परिवार, मेरे बच्चे ബാംഗ്ലൂർ में पढ़ रहा है. ഇതിപ്പോൾ എനിക്ക് ഞാനിതില്ലെങ്കിൽ എൻ്റെ പേരിൽ എൻക്വയറി വരും. ആപ്ക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇയാൾ പകുതിയെടുത്ത് ഇയാളെ തലയിൽ വെച്ച് കൊടുത്ത് ടേബിൾ വലിച്ചിട്ട് ചെയർ വലിച്ച് ടേബിളിന് മുകളിലിരുന്നു. കാ ആപ്പ് ലിഖ്ലോ ബത്താതേത്തോ. ഒരു 19 പേജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഞാൻ ഈ കൊടുത്ത കംപ്ലീറ്റ് ഇൻഫർമേഷൻ പിന്നീട് അയാളെ നമ്മൾ തൂക്കിക്കൊല്ലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില കാര്യങ്ങളിൽ അത് കമാൻഡോൻ്റെ ജോലി എന്നല്ലാതെ ഞാൻ പിന്നീട് മിലിറ്ററി ഇൻ്റലിജൻസിൽ പോകാനുള്ള കാരണം ഇതായിരുന്നു. എനിക്ക് ഇങ്ങനെയുള്ള ചില ക്രൂക്ക് മൈൻഡും എങ്ങനെ ഒരുത്തനെ ഇൻട്രോഗേറ്റ് ചെയ്യണം എല്ലാപ്പോഴും നമ്മൾ തല്ലിയിട്ടോ 3rd ഡിഗ്രിയിലോ അല്ല, പലപ്പോഴും നമ്മൾ സൈക്കോളജിക്കൽ കളിക്കേണ്ടി വരും. അതിലൊരു കളിയായിരുന്നു മിനോച്ചാലിൻ്റെ കളി. അത് പിന്നീട് അതൊരു സ്റ്റഡി മെറ്റീരിയലായിട്ട് മാറിയിട്ടുണ്ടത്. ഇങ്ങനെ ഒരു സംഭവം നടന്നു. അപ്പോൾ അതുകൊണ്ട് ആളുകളെ ഫുള്ളായി പഠിച്ച് അവരുടെ വീക്ക് പോയിൻ്റ് എന്താണ്, അവരുടെ സ്ട്രോങ് പോയിൻ്റ് എന്താണ്, ഇതൊക്കെ പഠിച്ചിട്ട് അതിൻ്റെ മുകളിൽ കളിക്കണം എന്നൊക്കെ ഇതൊക്കെ അവിടെ തന്നെയാണ് നമ്മൾ പഠിച്ചതും. ആൻറ്റി ടെററിസ്റ്റ് ഓപ്പറേഷൻസ് കാശ്മീരിൽ നടക്കുമ്പോൾ നമ്മുടെ പാരാസഫ് കമാൻഡോകൾ ഉൾപ്പെടെ കൊല്ലപ്പെടുന്നുണ്ട്. അത് അവിടുത്തെ ഒരു ടെറൈൻ്റെ പ്രശ്നമാണോ, അതുകൊണ്ടാണോ അങ്ങനെ ഒരു? അല്ല, ഇത് അവിടെ പലപ്പോഴും മരിക്കുന്ന ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടെറൈൻ അതുണ്ട്. രണ്ടാമത്തത് പലപ്പോഴും നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ എടുത്തു ചാടും. ഇന്ന് ഞാൻ എൻ്റെ ഇപ്പോൾ ജൂനിയേഴ്സൊക്കെ ആയിട്ടുള്ള ആരാണെങ്കിൽ ഞാൻ പറയും, മോനെ ഇതൊരു ഫുട്ബോൾ മാച്ചല്ല, 90 മിനിറ്റ്സിൽ തീർക്കേണ്ട ആവശ്യമില്ല, സമയം നമ്മുടെയാണ്. സോ യു പ്രൊട്ടക്റ്റ് യുവർ ബോയ്സ്, ദെൻ പ്ലാൻ, വെയിറ്റ് ഫോർ യുവർ ടൈം ടു കം ആൻഡ് ഡൂ ദിസ് തിങ്. അല്ല അവൻ്റെ സമയത്ത് അവൻ പറയുമ്പോൾ നമ്മൾ ചാടിക്കറി മുമ്പ് പോയി എന്നിട്ട് ചെയ്യാതെ അവൻ്റെ ആമിനേഷൻ ലോസ് ആവട്ടെ, അവനെ അങ്ങ് വീക്കാക്ക്, കുറച്ച് സമയമെടുക്കുക. ഇതിൽ പലപ്പോഴും നമുക്ക് പേഷ്യൻസ് നഷ്ടപ്പെടും. ഇപ്പോൾ മുകുന്ദ് മരിച്ചു, അന്ന്
44RRൻ്റെ ഇതിലായിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ കൂടെ പിക്കറ്റ് ഫോർട്ടിൻ്റെ സമയത്ത് മോന്ത് വരദരാജൻ ഉണ്ടായിരുന്നു കൂടെ. അദ്ദേഹം മരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഒ ആക്ച്വലി പറഞ്ഞു നീ വെയിറ്റ് ചെയ്തോ, രാത്രി നാളെ കാലത്ത് നമുക്ക് അടിക്കാമെന്ന്. അപ്പോൾ സിഒ എന്ന് പറഞ്ഞാൽ കമാൻഡിംഗ് ഓഫീസർ ബ്രിഗേഡിയർ പ്രദീപായിരുന്നു. പ്രമോദ് മരിച്ചുപോയി ക്യാൻസറായിട്ട്. എൻ്റെ കോസ്മേറ്റാണ്. ഡേഡവൽ ഒരു ഷോർട്ട് ഗായ്, പല ഓപ്പറേഷൻസും ഡേഡവലായിട്ട് ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്. എങ്ങനെയായാലും മേജർ ജനറൽ ലെഫ്റ്റനൻറ്റിലൊക്കെ ആവേണ്ട മെറ്റീരിയലായിരുന്നു. പക്ഷേ ബ്രിഗേഡായിട്ട് സർവീസ് ചെയ്യുന്ന സമയത്ത് മരിച്ചുപോയി. തോ മൂപ്പരായിട്ട് എടാ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞാണ് ഇന്ന് രാത്രി ഇപ്പോൾ കയറേണ്ട, അപ്പം ഇരുട്ടാവുകയാണ്, വെയിറ്റ് ചെയ്യുന്നത്. അവൻ പറയില്ല സാർ ഞാനിപ്പോൾ തന്നെ അത് ഫിനിഷ് ചെയ്തിട്ട്. ഇതാണ് ഈ ചെറുപ്പക്കാരുടെ ജോഷ് എന്ന് പറയുന്നത്. ആ ജോഷിൽ പോയ സമയത്ത് എന്താണ് സംഭവിച്ചത്? ഈ സ്കിൽഡ് ഓൾറെഡി സം പീപ്പിൾ ഓർ സംതിങ്. ഇവർ വീട്ടിലേക്ക് എൻട്രി ചെയ്ത സമയത്ത് ഒരു ടിൻഷീൽഡ് അടിയിൽ കിടന്നിട്ടുണ്ട്. ആ ടിൻഷീൽഡിൻ്റെ അടിയിലായിരുന്നു ഈ മിലിറ്റൻ്റ് കിടന്നിരുന്നത്. അപ്പം അവൻ തോക്ക് ഇങ്ങനെ വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അവിടെ ചവിട്ടിയപ്പോഴത്തേക്കും ഇവിടുന്ന് ബസ്റ്റ് അടിച്ചു. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഡേ ടൈമിൽ ചെയ്യേണ്ടത് ആ ഡേ ടൈമിൽ തന്നെ ചെയ്യണം, രാത്രി ചെയ്യേണ്ടത് നമുക്ക് രാത്രി ചെയ്യാം. പലപ്പോഴും ചെറുപ്പക്കാരോട് ഇതാണ് ഞാൻ പറയുന്നത്, ജോഷ് ടീക്ക് ബട്ട് ഹോഷ് ഖൊനാമത്ത്. അങ്ങനെ നമുക്ക് കുറേ കാഷ്വാലിറ്റീസ് ശ്രീനഗറിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദ ടെറെയിൻ. പിന്നെ അവരുടേതായിട്ടുള്ള അഡ്വാൻറ്റേജ് എപ്പോഴും അവർക്കാണ്. അവരുടെ വീട്, അവരുടെ പരിസരം, അതിൽ ആയിരിക്കും നമ്മൾ എൻകൗണ്ടർ പോകുന്നത്. അല്ല ഓപ്പൺ എൻകൗണ്ടേഴ്സൊക്കെ വളരെ കുറവാണ്. ഈ വീടുകളും ഹൈഡ് ഔട്ടുകളൊക്കെ ആയിരിക്കും നമ്മളെപ്പോഴും പോയിട്ട് റെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഡെഫിനറ്റായിട്ടും ഈ സ്ട്രക്ചർ മേക്സ് ലോട്ട് ഓഫ് ഡിഫറൻസ്. ഈ ശിവരശൻ്റെ ആ ഒരു സംഭവം, അതിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് ആ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നോ നമുക്ക് അവിടെ ഒരു പരാജയം നേരിടേണ്ടത്? അല്ല, അതിനകത്ത് വില്ലിങ്നെസ്സും വേണം. ഞാനെന്ന സീനിയർ ഓഫീസറിന് വില്ലിങ്നെസ് വേണം. എങ്ങനെയായാലും ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്താണ്, നമ്മുടെ ഇൻട്രസ്റ്റ് അല്ല. ഇപ്പം മിനോച്ചാലിൻ്റെ കേസിനകത്ത് മറ്റേ അപ്പർക്കാസ് സബ് ഇൻസ്പെക്ടറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ഇതാണ്, മോനത് നമ്മൾ ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്യുന്നതാണ്. അവിടെ നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് സ്ഥലമില്ല. ഇവിടെ ഞാൻ ചെയ്യുന്ന ജോലി ഇപ്പം നീ അതവിടെ ചെയ്തു കഴിഞ്ഞാൽ ഒരാളും അറിയാനും പോകുന്നില്ല. പക്ഷെ നമുക്ക് വേണ്ടത് നമുക്ക് കിട്ടണം. ഇതുതന്നെയാണ് ശിവരാസന ഓപ്പറേഷൻ ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ നിന്നിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പത്രസമ്മേളനം വരുമ്പോൾ ഞാൻ മുമ്പിൽ നിന്നുകൊണ്ട് ബ്ലാന്നടിക്കും. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സീനിയർ ഓഫീസർ. അവിടെ നമ്മളൊരു ക്യാപ്റ്റനാണ്, ചെറിയൊരു, അന്ന് എത്രയാണ്, ഈ പറഞ്ഞ പോലെ തന്നെ 5 വർഷം സർവീസേ ഉള്ളൂ. നമ്മൾ നോക്കുന്നതിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇവനെ ജീവനോടെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. രാജീവ് ഗാന്ധിയെ കൊന്നിട്ടുള്ള ആളിനെ പിടിക്കാൻ പറ്റിയെന്നുള്ളത്. പിടിക്കല്ല, ഇല്ലെങ്കിൽ എൻകൗണ്ടർ ചെയ്തിട്ട് കൊല്ലെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. ഇത് രണ്ടുമില്ലാതെ ഫ്രസ്ട്രേഷൻ അടിപ്പിച്ച് 36 മണിക്കൂർ വെയിറ്റും ചെയ്യിപ്പിച്ചിട്ട് ഇന്നും ആ ചോദ്യത്തിന് ഒരുത്തനും ഉത്തരം പറയുന്നില്ല. എന്തിനാണ് നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചത്? നിങ്ങൾ വന്നാൽ എന്ത് കൊമ്പാണ് ചെയ്യാൻ പോകുന്നത്? ഒന്നും ചെയ്യില്ല. നിങ്ങൾ എവിടെയില്ല, നിങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അകത്ത് കയറുന്നത് ഞാനാണ്, ഞാനും എൻ്റെ 6 പിള്ളേരും. അപ്പോൾ ഞാനീ 36 മണിക്കൂർ മുമ്പ് അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ആ 36 മണിക്കൂർ മുന്നേ കയറിക്കൂടാ? ഇവിടെയാണ് സ്വാർത്ഥത, സീനിയർ ഓഫീസേഴ്സിൻ്റെ സ്വാർത്ഥത എന്ന് പറയുന്നത്. ചെറിയ ജൂനിയർ ഓഫീസേഴ്സ് ചെയ്യുന്നതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി നടക്കുന്ന ഇതുപോലെ ചീപ്പായിട്ടുള്ള ഇത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. ചില സീനിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ രാജു സാറൊക്കെ എന്ന് പറഞ്ഞാൽ രാധാ വിനോദ് രാജു സാറ് മരിച്ചുപോയി. അദ്ദേഹം ഒരിക്കലും ഒരു കാര്യം ക്ലെയിം ചെയ്യില്ല. അദ്ദേഹം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, മോഹൻലാലിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം യു ഡോണ്ട് നോ ദിസ് ഗായ്. ഇയാൾ ഞങ്ങൾ സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്ത് പിന്നെ അങ്ങോട്ട് വരുന്നൊരു വരവുണ്ട്, വന്നിട്ട് തോക്ക് കൊണ്ടെടുത്തിട്ട് എല്ലാവരും കൊണ്ട് മാറി നിൽക്കുമെന്നും പറഞ്ഞ് ഒരു ക്യാപ്റ്റൻ, അവൻ പോകുന്ന പോക്ക് കണ്ടാൽ അറിയാം ഒരു ഡേഡബിളിസം. ഇത് അവരാണ് പറയുന്നത്. എന്നാലും ആൾക്കും ഉണ്ടായിരിക്കാം, രാജസാർ വേണമെങ്കിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ആ അപ്രിസിയേഷൻ മൈൻഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വൈ യു ബിക്കം എ ഗുഡ് ലീഡർ. ഇപ്പം എൻ്റെ പിള്ളേർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഷുഡ് ബി ഏബിൾ ടു ടെൽ ദർക്ക് ഇത് എൻ്റെ അനിൽ ചെയ്തതാണ്, ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടാണ്. സോ ഇൻഡയറക്ട്ലി ക്ലെയിം ഈസ് കമ്മിങ് ടു മീ. ഐ മീൻ അത് ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്തു. അങ്ങനെയാണ് ആ ശിവരാസന ഓപ്പറേഷൻ ഇത്രയും വെയിറ്റ് ചെയ്തിട്ടും എവിടെയും എത്താതെ പോയത്. ഇന്നും അതിന് ഉത്തരവില്ല. അന്നത്തെ ആ ഓപ്പറേഷൻസുകൾ, അതിനുപയോഗിച്ച എക്യുപ്മെൻറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അന്നുണ്ടായിരുന്നു. അന്നത്തെ ഇൻ്റലിജൻസ് സംവിധാനം, ഇതൊക്കെ ഓരോ സമയത്തെയും സാഹചര്യത്തെയും ഒക്കെ മാറ്റങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് അത് ഒരു വ്യത്യാസം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്? അന്നത്തെ കാലത്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വാസ് എ ബിഗ് ഡ്രോബാക്ക്.
നമുക്ക് ചെറിയൊരു വയർലെസ് ഉണ്ടെങ്കിൽ അത് ഹാൻഡ്സെറ്റ് എന്ന് പറയുന്നത് ഒരു 1.5 to 2 കിലോമീറ്റർ മാക്സിമം, അല്ലെങ്കിൽ 500 to 800 കിലോമീറ്റേഴ്സിൻ്റെ ഇതിൻ്റെ റേഞ്ചേ ഉള്ളൂ. ഇന്നങ്ങനെ ഇന്ന് നിങ്ങളുടെ ഒരു മൊബൈലുണ്ട്, നിങ്ങൾക്ക് ഡൽഹിയിലത്തെ സംഭവം പോലും ഇവിടെ മദ്രാസിൽ നിന്ന് പാസ് ഓൺ ചെയ്യാം. അന്ന് അതുണ്ടായിരുന്നില്ല. അന്ന് ഈ ഗ്രൗണ്ടിൽ ഓടി നടന്നിരുന്നൊരു ശിവാജി, DYSP ശിവാജി ഉണ്ട്, അത് എപ്പോഴും ഉണ്ട്, ബാംഗ്ലൂരിലുണ്ടെന്ന് തോന്നുന്നു. ഇതേ ഈ പാവം വെയിലത്ത് ഇൻഫർമേഷൻ കിട്ടി അത് കൊണ്ടുവന്ന് STD ബൂത്തിൽ വന്ന് അവിടെ ലൈൻ നിന്നിട്ട് പൈസ കൊടുത്ത് വേണം നമുക്ക് SITയിലേക്ക് അറിയിക്കാം. എന്നിട്ട് അവിടുന്ന് ഈ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ, അതുകൊണ്ടാണ് ഞങ്ങൾ കാലത്ത് അവിടെ പോയിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ബാരക്കിൽ കിടന്നാൽ മതി. ഇല്ല, അവിടെ പോയിരിക്കും, എപ്പോൾ വേണമെങ്കിലും റെഡി ആയിട്ട് കാറൊക്കെ ലോഡ് ചെയ്ത് വെച്ചിരിക്കും. കിട്ടിയാൽ അപ്പോൾ വണ്ടി എടുത്തിട്ട് പോകുന്നു. അന്ന് അങ്ങനെയാണ്. ഇന്നങ്ങനല്ല. ഇന്നിപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് മൊബൈലിൽ കൂടെ, സാറ്റലൈറ്റിൽ കൂടെ എല്ലാം ഓൺ വിതൗട്ട് വേസ്റ്റിംഗ് സിംഗിൾ സെക്കൻഡ് യു വിൽ ഗെറ്റ് ദ ഇൻഫർമേഷൻ. അന്ന് ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ പിന്നെ വെപ്പൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെപ്പൻസിന് അന്നുണ്ടായിരുന്നത് ഞങ്ങൾക്ക് അന്ന് NSGയിൽ അന്നും ഇന്നും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വെപ്പനാണ് MP5 മിനി പിസ്റ്റൽ എന്നുള്ളത്. അപ്പോൾ അത് അന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആളുകൾ ഞങ്ങളുടെ കയ്യിലാണ് കണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഏതെങ്കിലും ഫംഗ്ഷൻ പോകുമ്പോൾ ആൾക്കാർ നമുക്ക് ചെറിയൊരു വെപ്പൻ, റിപ്പബ്ലിക് ഡേ പരേഡിനൊക്കെ ഞങ്ങൾ വിജയപത്രങ്ങൾ നിൽക്കുമ്പോൾ എല്ലാവരും നോക്കും. ബ്ലാക്ക് ഡ്രസ്സ് ഒരു അട്രാക്ഷനായിരുന്നു. ഇന്നും അതേ MP5 തന്നെയാണ് PM-ൻ്റെ സെക്യൂരിറ്റി അടക്കം യൂസ് ചെയ്യുന്നത്. ബിക്കോസ് അത് അത്രയും നല്ല ഡ്രസ്സുള്ളൊരു വെപ്പനാണ്. ഒരു കൈ കൊണ്ട് നമുക്ക് ബേസ്റ്റ് അടിക്കാം. AK-47 ഒരു കൈ കൊണ്ട് ബേസ്റ്റ് അടിച്ചത് ഇങ്ങനെ പോകും, അല്ലെങ്കിൽ ഇങ്ങനെ പോകും. ഇത് ഇങ്ങനെ വെച്ചിട്ട്, കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു ബിൽഡിങ്ങിൽ നിന്ന് വരുന്ന സമയത്ത് സ്ലിതറിങ് ചെയ്യുകയാണെങ്കിൽ, ആപ്സ്ലിങ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലിവർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ഇത് റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ താഴത്തേക്ക് വരും. അപ്പോൾ ഒരു വിൻഡോൻ്റെ അടുത്ത് എത്തുന്ന സമയത്താണ് നമ്മൾ കിക്ക് ചെയ്തിട്ട് ആ കറക്റ്റ് അങ്ങ് പോകുന്നു, ഇത് വിട്ടു. അപ്പം ഈ കയ്യിൽ ഇതുള്ള സമയത്ത് പോലും ഈ ഒറ്റ കൈ കൊണ്ട് ഫയർ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഇത് വിട്ടിട്ട് പിന്നെ ഫയർ ചെയ്യുമ്പോഴും അത്രയും പെർഫെക്ഷൻ ഉണ്ടാവും വെപ്പനാണ് MP5ക്ക്. പിന്നെ പിസ്റ്റൽ അന്നുണ്ടായിരുന്ന Glock 17 അല്ലെങ്കിൽ 18 ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും മാസ്റ്റേഴ്സ്. പിന്നെ ഇപ്പോൾ പലതും വേറെ വെപ്പൻസ് വന്നിട്ടുണ്ടെങ്കിലും ഓൾ ടെസ്റ്റഡ് തിങ്സ്. AK-47 ബെസ്റ്റ് അസോൾട്ട് വെപ്പൺ, അടിച്ചാൽ പൊളിച്ചങ്ങ് പോയിക്കളയും. മറ്റത് കില്ലിങ് റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല MP5ൻ്റെ. അപ്പം ഇന്നത്തെ വെപ്പൻസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇന്നിപ്പോൾ കുറച്ചുകൂടെ മോഡിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. M16 ഇതൊക്കെ ഉണ്ട് അതിൽ. പക്ഷേ ഐ സ്റ്റിൽ പ്രിഫർ, ആൻഡ് അതിപ്പോഴും PM സെക്യൂരിറ്റിയിലടക്കം കാണുന്നത്, SPGയിലടക്കം കാണുന്നത് MP5 തന്നെയാണ്. അത് അന്ന് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് 85-86 ഫസ്റ്റ് ടൈം ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തത് NSGക്ക് വേണ്ടിയിട്ടായിരുന്നു. പിന്നീടാണ് SPG ഒക്കെ റേസ് ആയത്. ഇത്രയും കാലത്തെ ഒരു പോരാട്ടം, കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷൻസ് ഇതെല്ലാം ഉണ്ട്. ഏറ്റവും ഫീൽ ചെയ്ത, അല്ലെങ്കിൽ അത്രത്തോളം പ്രതിരോധം ഒക്കെ ഫീൽ ചെയ്ത, ഡിഫിക്കൽട്ടി ഫീൽ ചെയ്ത ഏത് ഓപ്പറേഷനായിരുന്നു? ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കമാൻഡോ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പൊയ്ക്കോ കൊന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. കൊല്ലാൻ പാടില്ല, പിടിക്കുക എന്നുള്ളതാണ്. അത് പിടിക്കുന്ന ആരെയാണ്? സയനൈഡ് കഴിച്ച് ചാവാൻ വേണ്ടി തയ്യാറായിട്ട് നടക്കുന്നവർ, അല്ലെങ്കിൽ പിസ്റ്റൾ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നതിൻ്റെ അടുത്തേക്കാണ് നിങ്ങൾ അവനെ ജീവനോടെ പിടിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വെടി അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ ഇങ്ങോട്ട് വെടിക്കാൻ തയ്യാറായി നിൽക്കുന്നവൻ്റെ അടുത്തേക്കാണ് നമ്മൾ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുള്ള പിടിക്കാൻ പോകുന്നത്. അത് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. കേൾക്കുമ്പോൾ അപ്പോൾ ഫയർ ചെയ്യണ്ടല്ലോ, പിടിച്ചാൽ മതിയല്ലോ. ആ പിടിച്ചാൽ മതിയല്ലോ എന്നുള്ള സമയത്തുള്ള ഡിഫിക്കൽട്ടി അതത്ര ഈസി അല്ല അത് പറഞ്ഞ് മനസ്സിലാക്കാൻ. ബിക്കോസ് ഇവന് ഈ സാധനം എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വെച്ചാൽ ഈ സമയം മതി. അപ്പോൾ അവന് ഈ സമയം കിട്ടുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവൻ്റെ കഴുത്തിലെത്തിയിരിക്കണം. അത്രയും സ്വിഫ്റ്റായിരിക്കണം. അപ്പോൾ നമ്മളിടുന്ന ഷൂസ്, ഞാനൊക്കെ അന്ന് എൻ്റെ ഷൂസ് വളരെയധികം പെർട്ടിക്കുലറായിട്ട്, കാരണം വളരെ ലൈറ്റായിട്ടുള്ളൊരു ബ്ലാക്ക് ഷൂസ്, സ്പോർട്സ് ഷൂസ്. ഞാൻ എൻ്റെ ഒരു അമ്മാവൻ്റെ അടുത്ത് അമേരിക്കയിൽ നിന്നൊക്കെ, അന്ന് ഇവിടെ നിന്ന് അങ്ങനെയുള്ള ഷൂസ് കിട്ടില്ലല്ലോ. അത് ഞാൻ നോക്കുമ്പോൾ 4 കൊല്ലം ഞാൻ ആ ഷൂസ് തന്നെ യൂസ് ചെയ്തത്. അത്രയും ടഫായിട്ട്, കാരണം നമ്മൾ നടക്കുമ്പോൾ അറിയില്ല, ശബ്ദം കേൾക്കില്ല. മറ്റത് ചെറിയൊരു ഹീലിൻ്റെ ശബ്ദം മതി. അപ്പം അങ്ങനെ ഈ ബ്ലാക്ക് കാറ്റ് കമാൻഡോസ് എന്ന് പറയുന്ന ഒരു പൂച്ചയുടെ ലൈഫ് തന്നെയാണ്. കാല് വെക്കുന്ന അറിയാൻ പാടില്ല. ആ ക്രോസിൻ്റെയൊക്കെ അത്രയും സോഫ്റ്റ്നെസ്, എന്നാലോ യു ആർ സോ ടഫ് എബോവ്. സോ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഈ
കൊല്ലാൻ പാടില്ല, നീ പിടിക്കണം എന്ന് പറയുമ്പോൾ അത് ആരെയെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളിനെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഓക്കെ. ഇത് അവൻ്റെ കയ്യിൽ തോക്കുണ്ട്, അവൻ്റെ കയ്യിൽ സയനൈഡും ഉണ്ട്, എന്നിട്ടും അവനെ ജീവനോടെ പിടിക്കണം എന്ന് പറയുമ്പോൾ ദാറ്റ് വാസ് എ ഡിഫിക്കൽട്ട് ജോബ്. പഞ്ചാബിലും മറ്റിടത്തൊക്കെയെന്ന് പറഞ്ഞാൽ പോവുക, വെടിവെക്കാം, അവിടെ നിന്ന് ഇങ്ങോട്ട് വെടി വരും, ഇവിടെ നിന്ന് അങ്ങോട്ട് വെടിവെക്കാം, അതിൻ്റെ ഇടയിൽ വേറൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ ചാവും, അല്ലെങ്കിൽ നമ്മൾ അവനെ കൊന്നിരിക്കും. ഇതാണ് അവിടെയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇങ്ങനെയുള്ളൊരു ടാസ്ക് വരുമ്പോഴാണ് നമുക്ക് ജീവനോടെ അവരെ പിടിക്കണം എന്നുള്ളത്. അതൊരു ഹെർക്കുലിയൻ ടാസ്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കഴുത്ത് കിടക്കുന്ന സയനൈഡ് പിടിച്ച് വലിക്കുമ്പോൾ ആ സാധനം കുപ്പിയാണത്. ആ കുപ്പിയിലായിരിക്കും പിടി വരുന്നത്. ആ കുപ്പി നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടാം, ഈ കയറ് ടഫാണെങ്കിൽ. അപ്പോൾ അത് പൊട്ടിയാൽ എൻ്റെ കൈ മുറിയാം, ഇതിനകത്തോട്ട് സയനൈഡ് കയറാം. ഇതൊന്നും നമ്മളാരും നോക്കില്ല ആ സമയത്ത്. ദൈവാനുഗ്രഹം കൊണ്ട് കുപ്പി പൊട്ടിയിട്ടുമില്ല, നമ്മൾ ചത്തിട്ടുമില്ല. അപ്പം അതൊക്കെയായിരുന്നു ഡിഫിക്കൽട്ട് ടാസ്ക് എന്നൊക്കെ പറയുന്നത്. ഇപ്പം തോന്നുന്നത്, അന്നതും പ്രശ്നം തോന്നിയിട്ടില്ല. ഇത് ജോലി ചെയ്യുന്നു, അതിൻ്റെ കൂടുതൽ വരെ പോകുന്നു. അല്ല, നമ്മൾ വലിയ ഹീറോയിസ്, നമ്മൾ അത് ചെയ്തു ഇത് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ എന്തൊക്കെ ചെയ്തു അതിലൊക്കെ രക്ഷപ്പെട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതെൻ്റെ ഒരു പ്രത്യേക കഴിവായിട്ട് മാത്രം ഞാൻ കണക്കാക്കില്ല. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ടീമെന്ന് പറയുന്നത് ഡെഡ്ലി. കാരണം ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ട്രെയിൻ ചെയ്യുക. നല്ല തെറി ഞാൻ വിളിക്കും, നല്ല അടി ഇടി എല്ലാം കൊടുക്കും. പക്ഷേ ദേ യൂസ് ടു ലവ് മീ ലൈക്ക് എന്തെങ്കിലും. അതെന്താ വെച്ചാൽ അവന്മാരാരെയും മുമ്പിൽ വിടാൻ സമ്മതിക്കില്ല, ഞാൻ തന്നെ എനിക്ക് മുമ്പ് പോകും. അത് ഇവർ നോട്ട് ചെയ്യും. കാരണം ഒരു ഓപ്പറേഷൻ അവിടെ നിന്ന് വെടി വരുമെന്ന് അറിയുന്ന സമയത്ത് ചലോ എന്നൊന്നും പറയില്ല, പിച്ച് ചലോ, അത് ഇവർ നോട്ട് ചെയ്ത് വയ്ക്കും. പിന്നെ നമുക്ക് വേണ്ടി ചാവാൻ തയ്യാറാണ് ഇവരെ. കാരണം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു മനുഷ്യൻ എന്നുള്ളത് നമ്മൾ ആ ഇംപ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദേ വിൽ മേക്ക് ഷുവർ ദാറ്റ് യു വിൽ നോട്ട് ഗെറ്റ് കിൽഡ്. അവരുടെ ഒബ്സർവേഷൻ അങ്ങനെയായിരിക്കും. ഇത് മുമ്പ് പോകുന്നുണ്ട്, ആരാണ് അങ്ങനെ നോക്കുന്നത്, എവിടെ നിന്നാണ് നോക്കുന്നത്, അവരുടെ നോട്ടം അങ്ങോട്ടായിരിക്കും. അപ്പോൾ അതാണ് ആസ് എ ലീഡർ യു ഷുഡ് ട്രെയിൻ ദം. തല്ല് കുത്ത് എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷേ ഇഫ് സംബഡി എൽസ് കംസ് ആൻഡ് അബ്യൂസ് മൈ ബോയ്സ് ഐ കിൽ ഹിം. അത് ബോയ്സ് എൻ്റെയാണോ? ഞാനവരെ തല്ലും കുത്തിയിടിക്കുകയെല്ലാം ചെയ്യും. കാരണം അവർക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി ഞാനായിരിക്കും ആദ്യം പോകുന്നത്. പക്ഷെ നിങ്ങൾ പുറത്തുനിന്ന് വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഒരുത്തം വന്നിട്ട് അവരെ തെറിവിളിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പോടാന്ന് ഞാൻ എത്ര സീനിയറാണെങ്കിലും ശരി. അതുകൊണ്ട് എന്തായാലും നമ്മുടെ പിള്ളേർക്ക് ഇന്നും എൻ്റെ ബഡ്ഡി എൻ്റെ കൂടെയാണ്. നിങ്ങൾക്കറിയോ അത്? ക്യാപ്റ്റൻ അനിൽ എന്ന് പറയുന്നവൻ എൻ്റെ ബഡ്ഡിയായിരുന്നു. അവൻ കടക്കിലാണ്. എൻ്റെ മേജർ സർവീസ് അക്കാഡമിയുടെ ഇപ്പം ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ ഇൻചാർജായിട്ട് 38 വർഷമായിട്ട് ഞങ്ങൾ കൂടെയാണ്. എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ദിസ്. ഈ ഒരു ഫീലുണ്ട്. അവൻ തന്നെ പറയുള്ളൂ, ഈ സാബ് ഒരിക്കലും മുമ്പിൽ പോകാൻ. അവർക്കും ആഗ്രഹമുണ്ട് മുമ്പിൽ പോയിട്ടൊന്ന് ചെയ്യണമെന്നൊക്കെ. പക്ഷെ അത് ഞാൻ എപ്പോഴും, അത് എല്ലാ സമയത്തും സ്മൂത്താവില്ല. ചിലപ്പം മരിച്ചു പോയാൽ അപ്പോൾ അത് നമ്മളെടുക്കേണ്ട റെസ്പോൺസിബിലിറ്റിയാണത്. ആ റെസ്പോൺസിബിലിറ്റി കാണുമ്പോഴാണ് അവർക്ക് നമ്മളോടുള്ള റെസ്പെക്റ്റ് കൂടുന്നത്. സോ വെൻ യു ആർ എ കമാൻഡർ, ലീഡ് ഫ്രം ദ ഫ്രണ്ട്. അല്ല നിങ്ങളിവിടെ കാണുന്ന ചില നേതാക്കന്മാരെയൊക്കെ പോലെ 56 വണ്ടി 250 പോലീസുകാരെയും കൊണ്ടു നടന്നിട്ടൊന്നും നിങ്ങൾ ഹീറോ ആവുന്നില്ല. യു ലീഡ് ഫ്രം ദ ഫ്രണ്ട് മാൻ. വൈ ആർ യു അഫ്രൈഡ്? നിങ്ങളാരാ കൊല്ലാൻ വരുന്നത്? നിങ്ങൾക്കത് ഉണ്ട്, നിങ്ങൾക്കത് മിസ്യൂസ് ചെയ്യാനുള്ള പവർ ഉള്ളതുകൊണ്ട് നിങ്ങൾ മിസ്യൂസ് ചെയ്യും. ഇനിയിപ്പോൾ ഇലക്ഷൻ വരാൻ പോകുന്ന സമയത്ത് ഒന്നും കാണില്ല. കുറച്ച് ദിവസത്തിന് ആൾക്കാരൊക്കെ, കേരളത്തിലെ ആൾക്കാർ മണ്ടന്മാരാണല്ലോ. ഇന്ന് കാണുന്നത് കണ്ടിട്ട് ഇതൊക്കെ മറക്കുകയും ചെയ്യും. ഇപ്പം ഇന്ന് എന്തൊക്കെയോ പെൻഷനൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു. സോ അങ്ങനെയുള്ള എല്ലാ പട്ടാളത്തിലെ ലീഡേഴ്സ് വി ഡോണ്ട് ടെൽ ലൈ. അതല്ലേ പറഞ്ഞത്, ഞാൻ തെറിവിളിക്കും, അബ്യൂസ് ചെയ്യും, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു സിമ്പിൾ കാര്യം പറയാം. അതിന്നിപ്പോൾ എൻ്റെ കമാൻഡേഴ്സ് ഇവിടെ കേൾക്കുന്നത്, ഈ അനിലടക്കം അറിയാമായിരുന്നു. അനിലിപ്പം ഉണ്ട്. എൻ്റെ കൂട്ടത്തിലൊരു മനോഹർ സിംഗ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നു NSGയിൽ. അപ്പം ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് ഒരു 2-3 ദിവസമായിട്ട് ഞാൻ ഇവനെ കാണുമ്പോൾ, ട്രെയിനിങ്ങിന് കാലത്ത് PT വരുന്നില്ല, ഇവൻ്റെ മുഖം കണ്ടാലും അറിയാം ഇവനെന്തോ പ്രശ്നമുണ്ടെന്നുള്ളത്. നമ്മൾ അങ്ങനെ പഠിക്കണം ഇവരെ. അവരുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അവരുടെ വീട്ടിലെ കുട്ടികൾ, ഭാര്യ, അമ്മ, കംപ്ലീറ്റ് ഹിസ്റ്ററി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ഇവൻ എന്നതുണ്ട്, ഇവൻ എന്നതുണ്ട്, അനിലിൻ്റെ ഭാര്യയുണ്ട്, 2 പിള്ളേരുണ്ട്, ഇതൊക്കെ നമുക്ക് അറിയണം. അങ്ങനെ മനോഹറിനെ നോക്കുന്ന സമയത്ത് ഇവനെന്തോ പ്രശ്നം തോന്നുന്നുണ്ട്. നല്ല ടഫ് കമാൻഡാണ്. തീർച്ചയായും വിളിച്ച് മനോഹർക്ക് ബിലാവുന്നത്.
कहता है प्रॉब्लम क्या है? कुछ नहीं है सर. പത്താ പ്രോബ്ലം ക്യാ എന്ന് വെച്ചു. അപ്പോഴാണ് അവൻ പറയുന്നത്, സാർ എൻ്റെ വില്ലേജിലൊരു കോൺട്രാക്ടർ വന്നിട്ടുണ്ട് റോഡ് പണിക്ക്, ആ തണ്ടി എൻ്റെ ഭാര്യേനെ ലൈൻ അടിക്കുകയാണെന്ന്. ഇതിൻ്റെ പ്രശ്നമാണ്, അവന് കത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവനോട്ട് ലീവിന് ചോദിച്ചിട്ട് പോയിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെയാണ് അവൻ്റെ മനസ്സിനകത്ത് കിടന്ന് കളിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വീട് എവിടെയാണെന്ന് വെച്ചു. അപ്പോൾ അവരുടെ വീട് മാനേശ്വറിന് അടുത്ത് തന്നെ ധാരവാഡ എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ അപ്പുറത്താണ്. ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പോയാൽ എത്താവുന്ന സ്ഥലം. ഞങ്ങളങ്ങനെ അന്നത്തെ രാത്രിത്തെ നൈറ്റ് ട്രെയിനിങ് ഇവൻ്റെ ഗ്രാമത്തിലേക്ക് അങ്ങ് ഡിസൈഡ് ചെയ്തു. അവൻ്റെ വില്ലേജിലാണ് ഇന്നത്തെ നൈറ്റ് ട്രെയിനിങ്. അപ്പം അന്ന് ഞങ്ങളുടെ അടുത്ത് മെറ്റഡോർ ഇതായിരുന്നു. അതിനകത്തൊരു 10-20 ആൾക്കാർ കയറും, എല്ലാവരും കൂടെ നൈറ്റ് ട്രെയിനിങ്. അപ്പോൾ ഞാൻ ഓഫീസിൽ ഇൻഫോം ചെയ്തു, വി ആർ ടേക്കിംഗ് ഔട്ട് ദിസ് മെറ്റഡോർ ഫോർ ദ നൈറ്റ് ട്രെയിനിങ് എന്ന്. വില്ലേജിൽ പോകുന്നു, വില്ലേജിലത്തെ ആളുകളെ വിളിക്കുന്നു. വിളിച്ചിട്ട് ഗാവ് ബുഡ എന്നൊക്കെ പറയും, ഇവരുടെ ഈ തലക്കെട്ടൊക്കെ ആയിട്ട് ഒരു മരത്തെടുത്തുകൊണ്ട് പഞ്ചായത്തൊക്കെ നടത്തുന്ന ആൾക്കാർ ഇവരൊക്കെ വിളിച്ച് എല്ലാറ്റിനും വിളിച്ചിട്ട് നമ്മൾ ഒറ്റണം ഇരിക്കാൻ പാടില്ല, എഴുന്നേൽക്കാൻ പറഞ്ഞു. ഈ 3-4 ഗാവ് ബുഡാസ് എഴുന്നേറ്റ് അവിടെ വെട്ടും കുത്തും നടക്കും. അങ്ങനെ സംഭവം നമ്മൾ ചെയ്യുന്നത് അവിടെ. ഇവരെ പകടിയെ മറ്റേ തൊട്ട് കഴിഞ്ഞാൽ പണി പാളുകളാണ്. പക്ഷെ അതിൻ്റെ ഒരു കോൺഫിഡൻസിൽ നമ്മളത് ചെയ്തു വരും. അവരെ ഇൻസൾട്ട് ചെയ്തതിന് ശേഷം ഞാൻ പറയും, ഇതാണ് സംഭവം, मनोहर देश के लिए काम कर रहा है और उसके बीवी को यहाँ तुम्हारे गांव में किसी ने आके छेड़ रहा है और उसके बाद में तुम लोग संभाल नहीं पा रहा है. അപ്പോഴാണ് ആക്ച്വലി ഇവർ അറിയുന്നത് ഈ മുണ്ടാസ്. സാബ് ജി ഹമേ കുച്ച് नहीं पता है, किसी ने बताया नहीं है. अब आप ഭാര്യയോടുണ്ട് തലയിൽ मैं उनको बताया था. അപ്പോൾ ഞാൻ ബാക്കി എല്ലാവരുടെയും പകുതിയെടുത്ത് അവരുടെ തലയിൽ വെച്ച് ഞാൻ യൂണിഫോമിലായിരുന്നു. എല്ലാവരും ഞങ്ങൾ ബ്ലാക്ക് യൂണിഫോം തോക്കുന്നുണ്ട്, കാലുവിട്ടു, ചാർപ്പായ എടുത്തു, അവരെല്ലാവരും ഇരുത്തി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങളിവിടെ തന്നെ നിൽക്കും, ഗെറ്റ് മീ ദാറ്റ് കോൺട്രാക്ടർ. അങ്ങനെ അവർ രാത്രി പോയി കോൺട്രാക്ടറെ പിടിച്ചുകൊണ്ടുവന്ന് അവിടുന്ന് വില്ലേജുകാർ ഇവനെ അടിച്ചതിന് ശേഷം പിന്നെ അവിടെ ശല്യമില്ല. പിന്നെന്താ വെച്ചാൽ ഇവിടെ പിന്നെ മനോഹർ വന്നിട്ട് പറയും, സാബ് അഭി തോ ഓർ ദൂസരി പരേശാനി ഹോഗി ക്യോ, എന്തായെന്ന് വെച്ചു. ഭാര്യയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എന്തെന്ന് വെച്ചു, അവിടെ നിന്ന് വെള്ളം എടുക്കാൻ പോവുകയാണെങ്കിൽ അപ്പോഴത്തേക്ക് ആൾക്കാർ വന്ന് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കും, നീ പുറത്തേക്ക് ഇറങ്ങല്ലേ, നീ നിന്നെ വല്ലവരും നോക്കിയിട്ട് ഇനിയും അവന്മാർ വരാതിരിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതൊക്കെ ചില സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാ പട്ടാള ഓഫീസേഴ്സൊന്നും ചെയ്യില്ല ഈ റിസ്ക് എടുക്കാന്നുള്ളത്. ഞാൻ അങ്ങനെയുള്ള റിസ്ക്കൊക്കെ എടുക്കും എൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഇന്നും ആ പേരവിടെ നിൽക്കുന്നത്, ഇങ്ങനൊരു പ്രാന്തരം ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടെന്താണ് ഞാനിപ്പോൾ ഈ മേജറായിട്ട് റിട്ടയർഡായിട്ട് വന്നത് ഒരു കണക്കിന് നന്നായി. ലെഫ്റ്റനൻ്റിലൊക്കെ ആകുമ്പോൾ പലപ്പോഴും ഞാൻ ചിലപ്പോൾ കോർട്ട് മാസ്റ്ററായിട്ട് പോയിട്ടുണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് എൻ്റെ സ്വഭാവം വെച്ചിട്ട് ഇത്രയൊക്കെ മതി പട്ടാളത്തിൽ. അത് കഴിഞ്ഞിട്ട് ഇവിടെ സിനിമയിൽ വന്ന് നമ്മൾ ഇന്നിങ്സ് തുടങ്ങി, അതും ദൈവം കഴിച്ച് കുഴപ്പമില്ലാതെ പോയി. പക്ഷേ സിനിമയും അവിടെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാം. അവിടെ ഒരു പടം എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷൻ സക്സസ് ആയിക്കഴിഞ്ഞാൽ നമ്മളെ വന്ന് എല്ലാവരും കെട്ടിപ്പിടിച്ച് മുതൂത്തൊരു തട്ടക്കത്തൊരു സവാർഡ് വെരി ഗുഡ് വെൽ ഡൺ എന്ന് പറയും. ഇവിടെ സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവിടെ എങ്ങനെ അവൻ്റെ കാല് വെട്ടാൻ നോക്കണം അടുത്ത പടത്തിന് മുൻപ് എന്ന് നോക്കുന്നത്. ഇതാണ് രണ്ടെണ്ണം. ഇവിടെ അവൻ്റെ പടത്തിന് നെഗറ്റീവ് പബ്ലിസിറ്റി എങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ഒരു പടം അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് എന്നെ തുടങ്ങിയിട്ട് ഇവൻ പടം ചെയ്യാതിരിക്കാനും മോഹൻലാൽ ഡേറ്റ് തിരിച്ച് വാങ്ങിപ്പിക്കാനൊക്കെ വേണ്ടി കേട്ടോ അതിന് പടം ചെയ്യാനുള്ള ഒരു സാമുവൽ മാത്യൂസ് എന്ന് പറഞ്ഞൊരു എറണം കെട്ടവനുണ്ട്, ഒരു ചാനൽ കൊണ്ട് നടക്കുന്നത്. ഇവൻ നാളെ എവിടെ ഇരുന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് പടം ചെയ്യാമെന്ന് പറയില്ല. കാരണം അവൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ പടം ചെയ്യാൻ പഠിച്ചിട്ട് വന്നിരിക്കുന്നത്. അവനാണ് 5 റഫാലിനെയൊക്കെ താത്തിയിട്ട്, ആ റഫാൽ ഇട്ടിട്ടുള്ള വാമിക സിംഗ് ആയിരുന്നു ഇന്നലെ പ്രസിഡൻറ്റ് കൊണ്ട് അവനാണ് പറഞ്ഞത് പാകിസ്ഥാനിൽ അവളെ പിടിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം. അപ്പോൾ ഇങ്ങനെയുള്ള ചാനലുകാർ പറഞ്ഞിട്ടുള്ളതെല്ലാം പ്രസിഡൻറ്റ് ഇന്നലെ പോയ സമയത്ത് അവരെ ഫ്ലൈ ചെയ്തത് ഈ വാമികയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നുണ പറഞ്ഞ് നടക്കുന്ന കുറെണ്ണമുണ്ട്. അവനൊക്കെ ജീവിക്കുന്നത് എങ്ങനെ വെച്ചാൽ വീട്ടിലെ ആളുകളെ വെച്ച് വിവരിച്ചാലും എനിക്ക് കാശുണ്ടാക്കണം. രാജ്യത്തിനെ വിറ്റിട്ട്, രാജ്യത്തിനെ വിൽക്കാന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടിലുള്ള ആളുകളെ വിൽക്കുന്ന അതേതാണ്. ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ മുമ്പിൽ മേജർ രവി ഒരു പ്രത്യേക കഥാപാത്രമാണ്. നീ നേരിട്ട് വന്നാൽ അതിനുള്ളത് എനിക്കതുപോലെ ചെയ്യാനുള്ള കരുത്ത് ഇന്നും ഉണ്ട്. പക്ഷെ നേരിട്ട് അവന്മാരൊക്കെ കാണാതിരിക്കുന്ന ഒരു കണക്ക് നല്ലതാണ്, അല്ലെങ്കിൽ ഞാൻ ജയിലിൽ പോകേണ്ടി വരും. ബിക്കോസ് പല പാവങ്ങളെയും ഇവർ ശല്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണുന്ന സമയത്ത് എനിക്കൊന്നും ഇരിക്കാൻ പറ്റില്ല. നിൻ്റെ അസൂയ നീ വെക്കടോ, നിനക്ക് അസൂയയും കൊണ്ടിട്ടുണ്ട്, നീ അവിടെ വെച്ചേക്ക്. മറ്റുള്ളവൻ്റെ കഴിവിനെ നീ അപ്രിഷ്യേറ്റ് ചെയ്യണ്ട.
പക്ഷെ ഡോണ്ട് ട്രൈ ടു അത് നിൽക്കില്ല. നിങ്ങളിപ്പോൾ താഴ്ത്തിയിട്ട് നിങ്ങൾ പുറപ്പാട് അടിച്ചുകൊണ്ട് താഴത്ത് പോവില്ല. അത് ഇപ്പം ഋഷഭ് ഷെട്ടിയുടെ കഥ നിങ്ങൾ നോക്കിയാൽ എവിടെ നിന്ന് വന്നാണ് ഋഷഭ്? ആർക്കെങ്കിലും നിർത്താൻ പറ്റുമോ അദ്ദേഹത്തെ? കാന്താര വേറൊരാളെ വെച്ച് ചെയ്യേണ്ട ഒരു പടമായിരുന്നു. ആൾ മരിച്ചുപോയി, രാജ്കുമാറിൻ്റെ മോൻ മരിച്ചു പോയതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള അറിയില്ല. അപ്പോഴാണ് ഈ ഡയറക്ടർ പ്രൊഡ്യൂസർ പറയുന്നത്, നീ അങ്ങ് ചെയ്യടാ, നീ ഇങ്ങനെ എപ്പോഴും നെറേറ്റ് ചെയ്യുന്നതല്ലേ, നീ ചെയ്യുന്നത്. അത് കൊടുക്കാൻ അവിടെ ഒരു ദൈവത്തിനെ പോലെ ആ പ്രൊഡ്യൂസർ വരുന്നു, ഓംബാല പ്രൊഡക്ഷൻ. സോ ദേ ആർ കമ്മിങ് ആസ് എ ഗോഡ് ആൻഡ് ഹിസ് ഡെഡിക്കേഷൻ. ഒരു ദൈവികമായിട്ടുള്ള സബ്ജക്റ്റ് ചെയ്യുന്നു, അതിൽ അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ. വ്രതമെടുത്ത്, നമ്മുടെ വിശ്വാസമാണത്, വ്രതമെടുത്ത് ചെരുപ്പിടാതെ ഈ ഷൂട്ടിംഗ് കാലം മുഴുവൻ, ഒരു വർഷം 1.5 വർഷം മുഴുവൻ ഭാര്യയെ കാണാതെയും ഒരു വിധത്തിലുള്ള ആ വ്രതത്തിൻ്റെ അൾട്ടിമേറ്റാണ് അദ്ദേഹം ഒരു അമ്പലമാക്കിയിട്ട് ആ കാന്താര എന്ന സിനിമയെ മാറ്റുകയാണ്. പടം ഇങ്ങനെ പോകുന്നുണ്ട് ഒരു നോർമലായിട്ട്. ലാസ്റ്റ് 10 മിനിറ്റ് 30 സെക്കൻഡ് 23 സെക്കൻഡ് മറ്റേ ബാക്കിയിരിക്കുമ്പോഴാണല്ലോ ആ ഒരു വരവും, അത് കഴിഞ്ഞിട്ടാണ് പടം അങ്ങ് ടേക്ക് ഓവർ. ആ 10 മിനിറ്റാണ് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. സോ അതിന് മുന്നെന്തായി ഈ പടത്തിൻ്റെ ഡൗൺ ചെയ്യാനും ഇതിനൊക്കെ ആൾക്കാർ ശ്രമിച്ചില്ലേ? അത് കഴിഞ്ഞ് രണ്ടാമത് പോകുന്നത് അത് കയറി 1000 കോടിയിലും പോകുന്നു. ബിക്കോസ് നിങ്ങളുടെ ഡെഡിക്കേഷൻ, നിങ്ങൾ എന്ത് പ്രൊപ്പഗൻഡ അടിച്ചു, ഈ പ്രൊപ്പഗൻഡയിൽ നുണയടിക്കുന്ന ആരാണ്? എന്നെക്കൊണ്ട് ഒന്നിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? മറ്റവന് വേണ്ടിയിട്ട് എന്തെല്ലാം ഉപദ്രവം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള വ്യക്തികളെ ഞാനിപ്പോൾ ഈ പേരെടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അവൻ എൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവനൊക്കെ എങ്ങനെയാണ് ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്? അവൻ്റെ ബോസിൻ്റെ ഒരു ഹണി ട്രാപ്പ് ചെയ്ത്, ഒരു പെണ്ണിനെ പിടിച്ച് അവളെ കൊണ്ട് ഹണി ട്രാപ്പ് ചെയ്യിപ്പിച്ചിട്ടാണ് ഇവനൊക്കെ ജേർണലിസ്റ്റ് ആയിരിക്കുന്നത്. ഇപ്പോൾ എത്തിക്സ് എന്നുള്ളതെന്ന് ചോദിച്ചാൽ, ഞാൻ പട്ടാളക്കാരനായിട്ടുള്ളത് ഫൈറ്റ് ചെയ്തിട്ടാണോ, കൊന്നിട്ടാണോ? അല്ല, ഞാൻ ആരുടെയും നുണ പറഞ്ഞിട്ട് അതൊന്നും ചെയ്തിട്ടൊന്നുമല്ലാതെ. പിന്നെ രാജ്യസ്നേഹം എന്നുള്ളത് എൻ്റെ ബ്ലഡിലുണ്ട്, ഉണ്ടായിപ്പോയി. പിന്നെ അങ്ങനെ നീ രാജ്യത്തിന് എഗൻസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ സോറി, ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ അതിൽ. അതുകൊണ്ട് ശല്യം ചെയ്യാതിരുന്നത് നമ്മളിങ്ങനെ ഒരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവിതമായിട്ട് ഞാൻ പോവും. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആൾക്കാരെ സഹായിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു കോൾ വന്ന് എന്തായിരുന്നു, ഒരു കിഡ്നി പ്രശ്നം. അത് ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല ഹോസ്പിറ്റലുമായിട്ടും. ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം നല്ലത് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മുഖത്ത് നിന്നും ആ പോസിറ്റിവിറ്റി ഉണ്ടായിരിക്കും. എൻ്റെ മുഖത്തൊരു കുനുട്ടോസയുടെ ലുക്ക് കാണില്ല, ഒരു സ്മൈൽ ഉണ്ടായിരിക്കും എപ്പോഴും. പുതിയ സിനിമ അതിനെക്കുറിച്ച് എന്തെങ്കിലും കുറച്ചെങ്കിലും ചെറുതായിട്ട് പറയാം. ഞാൻ ആരെന്താന്നുള്ളതൊന്നുമല്ല, ഞാൻ ഓപ്പറേഷൻ സിന്ദൂർ ചെയ്യാൻ പോകണം. അതിൽ ഞാൻ പറയും, ഇവിടെയുള്ള ഇങ്ങനെയുള്ള ഈ എണ്ണം കെട്ട കുറച്ച് ജേർണലിസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലോ ഒരുത്തൻ, ഇങ്ങനെ രാജ്യത്തിനെ ഡൗൺ ചെയ്യാൻ വേണ്ടി നടന്നിരുന്നത്. അവർക്കൊക്കെ ഉള്ള ശരിയായിട്ടുള്ള മറുപടി. അതിനകത്ത് പോസിറ്റീവ് ജേർണലിസ്റ്റ് ഉണ്ട്. എൻ്റെ ഒരു നല്ലൊരു ജേർണലിസ്റ്റിൻ്റെ പോർഷൻ ഞാൻ ചിന്നുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോയ മറ്റേ ഭീമൻ്റെ വഴികളിൽ മറ്റവനെടുത്തിട്ട് അടിക്കുന്ന ആ ഒരു, ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഭയങ്കര ബോൾഡ്നെസ് ഉണ്ട് ആ കുട്ടിക്ക്. അപ്പോൾ ഞാൻ ആ ക്യാരക്ടർ, ആ പോസിറ്റീവ് ക്യാരക്ടർ എന്ന് പറയുന്നത്, പല ജേർണലിസ്റ്റും അവരുടെ സീനിയർ ചീഫ് എഡിറ്റേഴ്സായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. സാർ, ഇത് വി വിൽ നോട്ട് ബി ഗിവിങ് ദിസ് ന്യൂസ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഫാക്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള ജേർണലിസ്റ്റുകളെയും നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അല്ല, ഇവനെപ്പോലുള്ളവന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, പക്ഷെ അവർക്കും ഉണ്ട് പണി. അവർ കാണിച്ചിട്ടുള്ളതും എല്ലാം ജനം അറിയട്ടെ, ഈ നുണ എന്തിനാണ് പറഞ്ഞത്. എൻ്റെ രാജ്യം ഡൗൺ ആവുന്നു എന്ന് പറയാൻ എനിക്കെന്ത് സന്തോഷമാണോ, എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത്. എൻ്റെ രാജ്യം തോറ്റു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ ഉണ്ട് ഇവിടെ കുറച്ചെണ്ണം. എനിക്കത് കേൾക്കുമ്പോൾ നമുക്ക് എന്തിനാ അതൊക്കെ കണ്ടുപഠിക്കുക. ആ പാകിസ്ഥാനിലെ ക്രിക്കറ്റ് മാച്ച് നടക്കുന്ന സമയത്ത് പിള്ളേർ കിടന്ന് കരയുന്നുണ്ട് അവൻ്റെ രാജ്യം തോറ്റു എന്ന് പറഞ്ഞിട്ട്. ആ സ്പിരിറ്റ് കണ്ടുപഠിക്കട്ടെ ഇവിടെ. ഇവിടുത്തെ ഈ എറണംകെട്ടവന്മാരുണ്ടല്ലോ, ഇവന്മാരോടാണ് ഞാൻ പറയുന്നത്, അതെങ്കിലും കണ്ടുപിടിക്കുക. ആ പാകിസ്ഥാനിലെ പെമ്പിള്ളേർ കിടന്ന് കരയുന്നു, അലറുന്നു. കാരണം എൻ്റെ രാജ്യം ക്രിക്കറ്റിൽ തോറ്റാണ്, ഇവിടെ യുദ്ധം തോറ്റാണ് ആഘോഷിക്കരുത്. തോൽക്കാത്ത യുദ്ധത്തിനെ തോൽപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവിടെ മേജർ രവി ഈസ് എ ഡിഫറെൻറ്റ് പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് ആ സിനിമ തുടങ്ങിയിരിക്കുന്നു, അതിൻ്റെ ഫുൾ ഫ്ലെജ് നടക്കുകയാണ്. ഒരാഴ്ചക്കകത്ത് ഐ വിൽ ഗിവ് യു ദ ഫുൾ ഡീറ്റെയിൽ. അപ്പോൾ ഞാൻ ഇന്നിപ്പം കാലത്ത് അതായിരുന്നു, എനിക്കൊരു പാട്ട് മറ്റേ മനോജ് മൊണ്ടേശ്വറിനെ കൊണ്ട് എഴുതിപ്പിക്കാൻ പറ്റുമെന്നുള്ളത്. എൻ്റെ സുഹൃത്താണ്, അറിയാമല്ലോ അത് ആരാണെന്നുള്ളത്, മെരി മിട്ടി മേമിൽ, ആ പാട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കേസരിയില്ല അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ലിറിക്സ് വേണം.
അതുപോലെ തന്നെ എനിക്ക് റഫീഖ് അഹ്മാനെ കൊണ്ടിട്ട് റഫീഖിൻ്റെ അടുത്ത് ചില കഴിവ് എനിക്ക് കൂടെ പോയി ഇരുന്നിട്ട് 2 ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നിട്ട് ഒരു പാട്ട് വാങ്ങിക്കണം. അങ്ങനെയൊക്കെയുള്ള ചില കാരണം റഫീഖായിട്ട് ഞാൻ ഒന്ന് തുടങ്ങി വെച്ചു, അത് പോയി. അപ്പം പിന്നെ അദ്ദേഹം ഗിരീഷ് മരിച്ചതിന് ശേഷം പിന്നെ ഞാൻ കണ്ടിരിക്കുന്ന നല്ലൊരു എസ്പെഷ്യലി ആ സ്പിരിറ്റിലത്തെ ചില പാട്ടുകൾ എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മരണമെത്തുന്ന നേരത്ത് ഞാൻ തന്നെ കരയണമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ആ പാട്ടിരുന്ന് പാടും. എനിക്ക് ചിലപ്പോൾ കരയണമെന്ന് തോന്നുകയാണ്, അത് കേട്ടുകൊണ്ട് ഞാനിങ്ങനെ പാടിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ മഴ കൊണ്ട് മാത്രം എന്നൊക്കെയുള്ള എന്താ അർത്ഥവത്തായിട്ടുള്ള വരികളാണ്. അത് മോഡേൺ ടൈപ്പിലുള്ള ഗിരീഷ് ആ ഒരു മറ്റേ ഒരു പോയറ്റിക്കൽ ഫീലിങ്ങിൽ പോയിട്ടുണ്ട്. ഇത് നമ്മുടെ മനസ്സിനെ തട്ടുന്ന ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ളൊരു ഗിരീഷ്. അപ്പം അത് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഞാൻ കുറേ കാലമായിട്ട് 6 വർഷമായിട്ട് പഠനം ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കായിരുന്നു. ചില ആളുകൾ അവരൊക്കെ ഉണ്ടായിരിക്കും. അതേപോലെ ആക്ഷൻ വന്നിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ബാഹുബലിയുടെ ആക്ഷൻ ഡയറക്ടറെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതെൻ്റെ മോൻ്റെ കൂടെ, എൻ്റെ മോനാണ് കണ്ണപ്പ ഷൂട്ട് ചെയ്യാൻ പോയത്. കണ്ണപ്പ അവൻ ഷൂട്ട് ചെയ്തു, പക്ഷേ പേരൊരു ഇംഗ്ലീഷുകാരൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും വലിയ ആൾക്കാരാണ് അവർ. അപ്പം അവിടെ ഇവർ നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ കെച്ച പറഞ്ഞ് യെസ് ഐ വിൽ ഡു യുവർ ഫിലിംസ് എന്ന് പറഞ്ഞു. അപ്പം അതുണ്ട്. എൻ്റെ മോനും ക്യാമറ ചെയ്യുന്നുണ്ട്, കൂട്ടത്തിൽ തിരും ഉണ്ടായിരിക്കും. കുറച്ച് ആക്ഷൻ പോർഷൻസ് തിരും 2 പേരും വേണം എന്നുള്ളത്. അത് പക്ഷേ ഈ പടത്തിൽ തന്നെ ഞാൻ മോനെ ഒന്ന് ഡിഫറെൻ്റായിട്ട് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ളത് ചെയ്യും, ഞാൻ ചെയ്യും എന്നുള്ളത് ചെയ്യും. പക്ഷേ പിന്നെ അതുപോലെ തന്നെ ബംഗ്ലാനാണ് ആ ഡയറക്ഷൻ, അവനാണ് കാന്താര ചെയ്തതും ഇപ്പോൾ ലോക്ക് ചെയ്തതായിട്ടുള്ള. അങ്ങനെ ടെക്നീഷ്യൻ സൈഡ് എല്ലാം പാക്ക് ചെയ്തിരിക്കുകയാണ് നല്ല ഹെവി ടൈപ്പായിട്ട്. അപ്പോൾ എനിക്ക് പകുതി പണി കുറയും. സായി ആയിരിക്കും കോസ്റ്റ്യൂം ചെയ്യുന്നത്, റോണക്സ് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. സായി എന്ന് പറഞ്ഞാൽ പ്രിയേട്ടൻ്റെ എല്ലാ പടങ്ങളും സായിയാണ് പണ്ട് മുതലൊക്കെ. എൻ്റെയും എല്ലാ പടവും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അതിനകത്തൊരു പാട്ടുണ്ട്, വാരണാസിയിൽ നടക്കുന്ന ഒരു സിന്ദൂരം ബേസ് ചെയ്തിട്ടുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അത് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു സോങ്ങും അങ്ങനെയൊക്കെയുള്ള ഒരു മേജർ രവിയുടെ ഒരു പടത്തിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും ചിലത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ആ വാറ് പിന്നെ എൻ്റെ ഹീറോസ് അത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇവിടെ പലരും ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ അതിൽ കൂടെ കൊടുക്കുന്നുണ്ട്, എവിടെയായിരുന്നു എന്നുള്ളത്. അതാണ് ആ സിനിമ. പുതിയ പ്രോജക്റ്റിനും ഈ മേജർ രവി എന്ന ഒരു സാമൂഹിക പ്രവർത്തകൻ, ഒരു മനുഷ്യസ്നേഹം തോന്നുന്ന ഒരു ദേശ സ്നേഹിയായ സാമൂഹിക പ്രവർത്തനായി മുന്നോട്ട് പോകുന്ന ഒരു സിനിമാക്കാരൻ, അതെല്ലാം ചേർന്ന് അങ്ങേക്ക് എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.